أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فافعلوا الخير لعلكم تفلحون صدق الله العلي العظيم ബഹുമാനമുള്ള പണ്ഡിതന്മാർ, രക്ഷിതാക്കൾ, കാരണവന്മാർ, സഹോദര സഹോദരിമാരെ, പടച്ച റബ്ബ് നമ്മുടെ ഒരുമിച്ചുകൂടൽ നാളെ സ്വർഗത്തിൽ ഒത്തുകൂടാനുള്ള ഒരു നിമിത്തമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ജ്യേഷ്ഠാനുജന്മാർ, ഭാര്യമാർ, മക്കൾ, കൂടെ പഠിച്ചവർ, കൂടെ ജോലി ചെയ്തിരുന്നവർ, ഈ പള്ളിക്ക് വേണ്ടി മദ്രസയ്ക്ക് വേണ്ടി നേരത്തെ അധ്വാനിച്ചിരുന്ന കാരണവന്മാർ, ഈ ഖബർസ്ഥാനിൽ കിടക്കുന്ന എല്ലാവർക്കും അള്ളാഹു വലിയ സന്തോഷം നൽകുമാറാവട്ടെ. അവരോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒത്തുകൂടാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. പരിശുദ്ധമായ റമളാനു ഷരീഫിൽ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒത്തുകൂടാൻ കഴിയുക എന്നത് എല്ലാവർക്കും ആ തൗഫീഖ് കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മുടെ താഴച്ചിന മഹല്ലിൽ എത്രയോ ആളുകളുണ്ട്. പലരും വിദേശത്തും ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലുമൊക്കെ തൻ്റെ കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടി അധ്വാനിക്കുന്നവരാണ്. എന്നാലും നാട്ടിലുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഈ വേദിയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. പടച്ച റബ്ബ് തുടർന്നുള്ള ദിവസങ്ങളിൽ വേദികളിൽ എത്താനും അവസരം ഉപയോഗപ്പെടുത്താനും അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. ഏറ്റവും വലിയ സന്തോഷം, എല്ലാ മനുഷ്യർക്കും എല്ലാ വിഷയങ്ങളും ഒരേ നിലക്കല്ല നൽകിയത്. സാമ്പത്തികമായി ശേഷിയുള്ളവരും കുറഞ്ഞവരുമുണ്ട്. ആരോഗ്യപരമായി മുന്നിലുള്ളവരും താഴെത്തട്ടിലുള്ളവരുമുണ്ട്. അങ്ങനെ ഏതൊരു മേഖല നാം എടുത്തു നോക്കിയാലും വ്യത്യസ്തങ്ങളാണ് അല്ലാഹു തആല സൃഷ്ടിച്ചു പരിപാലിക്കുന്നത്. എന്നാൽ എല്ലാവർക്കും ഒരേ നിലക്ക് കൊടുക്കുന്ന ഒരു സംഗതിയുണ്ട്. അതേതാണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് അല്ലാഹു തന്ന അവസരങ്ങളാണ്, സമയങ്ങളാണ്. 24 മണിക്കൂർ എന്നത് എനിക്കും നിങ്ങൾക്കും ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ എ.പി. ഉസ്താദിനും ഒക്കെ 24 മണിക്കൂറാണുള്ളത്. ലോകത്തെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ട്രംപിനും അതുപോലുള്ള ആളുകൾക്കുമൊക്കെ 24 മണിക്കൂർ തന്നെയാണ്. പക്ഷെ ആ 24 മണിക്കൂർ ഉപയോഗപ്പെടുത്തുന്നിടത്താണ് നമ്മുടെ വിജയപരാജയങ്ങൾ നാം കണക്കിലാക്കേണ്ടത്. അതൊരാൾക്കും കുറച്ചിട്ടില്ല. അമേരിക്ക ഭരിക്കുന്നവരും 24.5 സെക്കൻഡ് ഏറെ ഇല്ല. ഏറ്റവും പാവപ്പെട്ട നമ്മുടെ നാട്ടിലുള്ള യാചിച്ചു നടക്കുന്നവനും 24 മണിക്കൂറുണ്ട്. 23.25 അവനുള്ളത്. എല്ലാവർക്കും 24 മണിക്കൂറുണ്ട്. അപ്പൊ ഏതൊരു ഉന്നത സ്ഥാനത്ത് എത്താനും കഴിയുന്നത് അവസരങ്ങളാണ്, സമയങ്ങളാണ്. നമുക്ക് തന്ന സമയങ്ങൾ അതിന്റെ മൂല്യം മനസ്സിലാക്കി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചാൽ ഏറ്റവും ഉന്നത സ്ഥാനത്ത് എത്താൻ കഴിയും. അത് തീരെ പരിശ്രമിച്ചില്ലെങ്കിൽ, അവഗണിച്ചാൽ ഏറ്റവും താഴെ തട്ടിലെത്തുകയും ചെയ്യും എന്ന് നാം തിരിച്ചറിയുകയും അള്ളാഹു നമുക്ക് തന്ന അവസരങ്ങൾ, പരിശുദ്ധ റമളാൻ എന്ന് പറയുന്ന ഈ ഒരു വലിയ വസന്തം, വലിയ സന്തോഷം, ആ സന്തോഷത്തെ തൻ്റെ ഭാവിയിലുള്ള ജീവിതത്തിന് സന്തോഷമാക്കാൻ ആവശ്യമായ നിലക്ക് കൈകാര്യം ചെയ്യുക എന്നതാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ കാര്യമായി ചെയ്യേണ്ടത്. ഈ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ എങ്ങനെയും ജീവിക്കാം, ഈ ഭൗതിക ലോകത്ത് എന്നും പറയാം, എങ്ങനെയുമാവാം. പക്ഷെ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാറ്റിനും ലിമിറ്റുണ്ട്. ഇന്നതേ പറയാവൂ, ഇന്നതേ ചെയ്യാവൂ, ഇന്ന സ്ഥലത്തേക്ക് നോക്കാവൂ എന്നിങ്ങനെ തുടങ്ങി അവന്റെ നിഖില മേഖലകളിൽ വ്യത്യസ്തങ്ങളായ രേഖകളും അഭിപ്രായങ്ങളും ഉള്ളതുകൊണ്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ഈ ഭൗതിക ലോകത്തുള്ള വിജയമല്ല, പാരത്രിക ലോകത്തുള്ള വിജയമാണ്. ഭൗതിക ലോകത്തും നമ്മൾ വിജയിക്കണം. അതിനേക്കാളേറെ പാരത്രിക ലോകം
നമുക്ക് സന്തോഷമായി കിട്ടണം. അതിനാണ് പള്ളിയിൽ നാം ജമാഅത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുന്നത്. നമുക്കറിയില്ലേ, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങളുടെയും ഇമാം മുസ്ലിം തങ്ങളുടെയും അബൂദാവൂദ് തങ്ങളുടെയും ഒക്കെ ഒരു ഉസ്താദ് ഒരു ദിവസം ജമാഅത്തിന് പുറപ്പെടാൻ സമയത്ത് വീട്ടിൽ ഒരു അതിഥി വന്നു. ആ അതിഥിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്തപ്പോഴേക്കും പള്ളിയിലെ ജമാഅത്ത് നഷ്ടപ്പെട്ടു. അദ്ദേഹം ആ പരിസരത്തുള്ള എല്ലാ പള്ളിയിലും ചെന്നു. ഏതെങ്കിലും 2 മിനിറ്റ് വൈകി ജമാഅത്ത് തുടങ്ങുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് പരിസരത്തുള്ള അങ്ങ് പള്ളിയിലൊക്കെ എത്തി നോക്കിയപ്പോഴും എല്ലാ സ്ഥലത്തും ജമാഅത്ത് കഴിഞ്ഞു. വളരെ ദുഃഖിതനായി അദ്ദേഹം തിരിച്ചു വന്നുകൊണ്ട് ചെയ്തത്, എനിക്ക് ഈ നിസ്കാരം 27 വട്ടം നിസ്കരിക്കുന്ന കൂലിയാണല്ലോ കിട്ടുക, അതുകൊണ്ട് 27 പ്രാവശ്യം ആ നിസ്കാരത്തെ മഹാനവറുകൾ മടക്കി മടക്കി നിസ്കരിക്കുകയാണ്. അങ്ങനെ സംതൃപ്തി അണഞ്ഞു, ദുആ ചെയ്തു. രാത്രി കിടന്നുറങ്ങുമ്പോൾ അദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ്. ഒരു വലിയ മത്സരമാണ്. എന്താ മത്സരം? ആ മത്സരത്തിൽ കുതിരസവാരിക്കാരാണ് ഉള്ളത്. ഒരുപാട് കുതിരസവാരിക്കാർ. ആ കൂട്ടത്തിൽ ഇദ്ദേഹവുമുണ്ട്, ഇദ്ദേഹത്തിന്റെ കുതിരയുമുണ്ട്. നല്ലതുപോലെ ഓടുന്ന കുതിര തന്നെയാണ്. പക്ഷേ ആ മത്സരത്തിൽ അദ്ദേഹത്തിന് എങ്ങനെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ കുതിര ബാക്കിലാണ്. അങ്ങനെ വളരെ ശ്രമിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ചപ്പോൾ അക്കൂട്ടത്തിലുള്ള ആളുകൾ പറയുന്നു, നീ ശ്രമിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ ശ്രമിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ എത്ര സ്പീഡ് കൂട്ടിയിട്ടും ഞങ്ങളെക്കാൾ മുമ്പിലേക്ക് എത്താൻ കഴിയില്ല. കാരണം ഞങ്ങൾ ഇന്ന നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചവരാണ്, നിങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല. 27 പ്രാവശ്യം നിങ്ങൾ ആവർത്തിച്ച് നിസ്കരിച്ചെങ്കിലും ഞങ്ങളുടെ സ്ഥാനത്തേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ കൂടെ എത്താനോ ഞങ്ങളെ മുമ്പിലേക്ക് കടക്കാനോ കഴിയില്ല എന്ന് പറഞ്ഞ സംഭവം ഈ വരുന്ന നമ്മുടെ 10ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ ആ സംഭവം പറയുന്നു. ബഹുമാനപ്പെട്ട യാനത്തു ത്വാലിബീൻ തുടങ്ങിയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ സംഭവം കാണാം. ഞാനിത് പറഞ്ഞത് ജമാഅത്തിനെത്തുക എന്നത് വല്ലാത്തൊരു പുണ്യമുള്ള കാര്യമാണ്. ആ പുണ്യം കരസ്ഥമാക്കാൻ നമ്മുടെ മറ്റു ജോലികളൊക്കെ മാറ്റിവെച്ച് ജമാഅത്തിലേക്ക് കൂടണം, ജമാഅത്തിന്റെ കൂലി കിട്ടണം എന്നൊരു മാനസികമായ ചിന്താഗതി അത് നമ്മിൽ വളർന്നു വരണം, നമ്മുടെ ചെറുപ്പക്കാരിലും എല്ലാവരിലും. അങ്ങനെ ജീവിതത്തിന്റെ ലക്ഷ്യം പാരത്രിക ലോകത്ത് വിജയിക്കുക എന്നതാണ്. അത് ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സാഹിദാകുക എന്നതാണ്. അൻ യകൂന സാഹിദൻ ഫിദ് ദുനിയ വറാഗിബൻ ഫിൽ ആഖിറതി. ദുനിയാവിൽ അവൻ സുഹൃത്തുള്ളവനാവണം, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. മനസ്സ് ഏറ്റവും വലിയ സമ്പത്തുള്ളവൻ ആരാണെന്ന് പറഞ്ഞാൽ അവന് കിട്ടിയതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഇഷ്ടപ്പെടലാണ്. എനിക്കത് കിട്ടിയില്ലല്ലോ, ഇത് നഷ്ടപ്പെട്ടല്ലോ എന്ന ചിന്തയില്ലാതെ എനിക്ക് അള്ളാഹു കണക്കാക്കിയത് ഇതേയുള്ളൂ, അതെനിക്ക് കിട്ടിയല്ലോ എന്ന നിലക്ക് സന്തോഷിച്ചുകൊണ്ട് ആ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണം. പരലോകത്തെ കുറിച്ച് വല്ലാത്ത പ്രതീക്ഷ വേണം. അവിടെ എനിക്ക് രക്ഷപ്പെട്ട് കിട്ടണം, ഞാൻ രക്ഷപ്പെടുന്നവരിൽ പെടും എന്നുള്ള പ്രതീക്ഷയോടുകൂടി അവന്റെ മുഴുവൻ അമലുകളും ആ നിലക്കാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, അസ്സുഹുദു ഫിദ്ദുനിയ റാഹത്തുൽ ഖൽബി വൽ ബദൻ. ദുനിയാവിൽ നിന്നുള്ള സുഹുദ് എന്ന് പറഞ്ഞാൽ അത് ഖൽബിന്റെ സന്തോഷമാണ്, ഖൽബിന്റെ റാഹത്താണ്, ശരീരത്തിന്റെ റാഹത്താണ്. ഖൽബിന് തീരെ ഒരു ബേജാറിൽ വ്യാകുലതയില്ല, എനിക്കതില്ലല്ലോ എന്നൊരു വ്യാകുലതയില്ലാതെ വളരെ സന്തോഷത്തോടുള്ള മനസ്സവനുണ്ടോ, അതാണ് സുഹൃദ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യന് ദുന്യാവിനെ കുറിച്ചുള്ള ചിന്തയും ആഗ്രഹവും വർദ്ധിച്ചാൽ നുഖീറുൽ ഹമ്മ വൽ ഹസൻ, അതുകൊണ്ട് വല്ലാത്ത മനക്ലേശം ഉണ്ടാകുന്നതാണ്, ദുഃഖമുണ്ടാകുന്നതാണ്. പലപ്പോഴും നമുക്കങ്ങനെ സംഭവിക്കാറുണ്ട്. ചില വിഷയങ്ങൾ കിട്ടണമെന്ന് ഉദ്ദേശിച്ചിരുന്നത് കിട്ടിയില്ല, ചില വിഷയങ്ങളിൽ നമുക്ക് മുന്നേറാൻ കഴിഞ്ഞില്ല. ആ ഒരു വിഷയം ചിന്തിച്ചുകൊണ്ട് ചിലപ്പോൾ നിസ്കരിക്കാൻ നിന്നാൽ തന്നെ നിസ്കാരം വേണ്ടതുപോലെ കൃത്യമാവാതെ ചിന്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നമ്മുടെ മനസ്സ് മാറുകയാണ്. ഞാൻ എൻ്റെ രക്ഷിതാക്കളോട് കൂട്ടുകാരോട് ചോദിക്കുകയാണ്, എത്ര വർഷമായി നാമൊക്കെ നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് ആ നിസ്കാരത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി സലാം വീട്ടുന്നത് വരെ അല്ലാഹ് എന്ന ചിന്തയോടുകൂടി 2 റക്അത്ത് നിസ്കരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നാം ഒന്ന് ചിന്തിക്കേണ്ടതാണ്.
നിസ്കാരത്തിന്റെ തുടക്കത്തിൽ നമ്മൾ നല്ലതുപോലെ നിന്ന് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ മുമ്പ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. അല്ലാഹുവേ, നിൻ പിശാചിന്റെ ഷർറിൽ നിന്ന് കാവൽ തേടുന്നു, അവന്റെ ശല്യത്തിൽ നിന്ന് കാവൽ തേടുന്നു എന്ന ആ ആയത്ത് നിയ്യത്ത് വെക്കുന്നതിന്റെ മുമ്പ് ചൊല്ലി നല്ലതുപോലെ മനസ്സ് ക്ലിയറാക്കി റബ്ബിന്റെ മുമ്പിലാണെന്ന ബോധത്തോടുകൂടി നിന്ന് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി വജ്ജഹത്ത് ഓതി ഫാത്തിഹ ഓതി ഓരോന്നും ഓതുമ്പോഴും മനസ്സിങ്ങനെ നിയന്ത്രിച്ചുകൊണ്ടാ പോകുന്നത്. പക്ഷേ ഒരു റക്അത്ത് കഴിയുമ്പോൾ, അല്ലെ രണ്ടാമത്തെ റക്അത്തിൽ അത്തഹിയ്യാത്ത് ഇരിക്കുമ്പോ, അല്ലെങ്കിൽ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ മനസ്സ് മാറുകയാണ്, മനസ്സോടുകയാണ്, എങ്ങോട്ടോ പോയിട്ടുണ്ട്. പിന്നെ തിരിച്ചു വരുന്നത് അല്പസമയം കഴിഞ്ഞ ശേഷമാണ്. പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയുന്നില്ല. ഒരു രണ്ട് റക്അത്ത് പോലും ആദ്യം മുതൽ അവസാനം വരെ അല്ലാഹ് എന്ന ചിന്തയോടുകൂടി നിസ്കരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ നിസ്കാരമാണോ റബ്ബിന്റെ മുമ്പിൽ നമുക്ക് വെക്കാനുള്ളത്? ആ നിസ്കാരം കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമോ എന്നതിനെ കുറിച്ച് നാം ഒന്ന് ചിന്തിക്കണം. അല്ലാഹു തആല നാം ചെയ്ത എല്ലാ അമലുകളും നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. അവിടെയാണ് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നാം ചോദിക്കുന്ന, ഈ മാസത്തിൽ ചോദിക്കുന്ന രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ, എനിക്കിനി റഹ്മത്ത് ചെയ്യണം, എനിക്കിനി റഹ്മത്ത് ചെയ്യണം. നിന്റെ റഹ്മത്ത് കൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന ദിക്ർ, ആ ദിക്ർ ഉസ്താദ് ഇവിടുന്ന് ചൊല്ലുന്ന 3 ചൊല്ലിയാൽ പോരാ. പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോഴും വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരുമ്പോഴും ഇങ്ങനെ ചൊല്ലാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ആ ദിക്ർ കൂടുതൽ ചൊല്ലണം. മഹാന്മാർ ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങൾ പറയുന്നു, വൈന്നമാ ഖാല റഹ്മ, ആ റഹ്മത്ത് എന്ന് പറയുന്നത് അതിന്റെ എല്ലാ വിഷയങ്ങളും എല്ലാ ഭാഗങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് നാം റഹ്മത്ത് ചോദിക്കുന്നത്. ഒന്നാമതായി നാം റഹ്മത്ത് ചോദിക്കുമ്പോൾ അൻ യശ്ശുര ഫിൽ ഖൽബി നൂറുൽ ഈമാൻ, മനസ്സിൽ എന്ത് വേണം? ഈമാൻ എന്ന ഈമാനിന്റെ പ്രകാശം കരസ്ഥമാകണം. ഹൃദയത്തിൽ ഈമാനാകുന്ന പ്രകാശം ഉണ്ടാവണം. വത്തൗഹീദി, തൗഹീദിന്റെയും വൽ മഅരിഫത്തി, ജ്ഞാനത്തിന്റെയും ഇതിന്റെ ഒക്കെ പ്രകാശം തന്റെ മനസ്സിൽ ഉണ്ടാകണം എന്ന ചിന്തയോടുകൂടിയാണ് ആ റഹ്മത്ത് ചോദിക്കേണ്ടത്. രണ്ടാമതായി അൻസുറഫിൽ ജവാരിഹി വൽ അഅ്ളാഇ, തന്റെ അവയവങ്ങളിലൊക്കെ ആ പ്രകാശത്തിന്റെ ആരാധനയുടെ പ്രകാശം വേണം. ആരാധന നാം ചെയ്യുന്നു, തന്റെ അവയവം, ആ അവയവത്തിൽ പ്രകാശം എന്ന് പറഞ്ഞാൽ അത് പ്രകാശം ലംഘിക്കാണുക എന്നതല്ല, അതിൽ ലൈറ്റ് കത്തുക എന്നതല്ല. അനാവശ്യങ്ങളിലേക്ക് ചിന്തിക്കാത്തൊരു മനസ്സ്, അനാവശ്യങ്ങളിലേക്ക് നോക്കാത്തൊരു കണ്ണ്, അനാവശ്യങ്ങൾ പിടിക്കാത്തൊരു കയ്യ്, അനാവശ്യങ്ങളിൽ നടക്കാത്തൊരു കാല്, ആ നിലക്കുള്ള എല്ലാ റഹ്മത്തും കിട്ടിയ ഒരു അവയവങ്ങൾ എനിക്ക് ഇനി നൽകണമെന്ന ചിന്തയും ആ പ്രാർത്ഥനയിൽ നാം ഉൾക്കൊള്ളേണ്ടതാണ്. മൂന്നാമതായി അൻസുല ഫി ദുനിയാ സുഹൂരത്തു അസ്ബാബിൽ മഈഷ, ജീവിതത്തിന്റെ കാരണങ്ങളൊക്കെ എളുപ്പമായി കിട്ടണം. ഇവിടെ ജീവിക്കണം, മരിക്കുന്നത് വരെ ജീവിക്കണം. ദുനിയാവിലെ പ്രയാസം ആലോചിച്ചുകൊണ്ട് ഒരാള് കൊലക്കാരിൽ കയറിയാൽ, അതല്ലെങ്കിൽ തീവണ്ടിക്ക് തലവച്ചാൽ, അതല്ലെങ്കിൽ കിണറ്റിലേക്കോ കുളത്തിലേക്കോ എടുത്തു ചാടി ആ നിലക്ക് വെള്ളം കുടിച്ച് മരണപ്പെട്ടാൽ ഇവിടുന്ന് രക്ഷപ്പെടുമെന്ന് ചിന്തിക്കണ്ട. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ചെയ്താൽ വല്ലാത്തൊരു നാശമാണ്. നാളെ ഖബറിൽ ഏത് നിലക്കാണോ ഇവൻ മരിച്ചത്, നാളെ പരലോകത്ത് ഇവിടെ എങ്ങനെയാണോ അവൻ മരിച്ചത്, അതേ നിലക്കുള്ള ശിക്ഷയുണ്ടാകുന്നതാണ്. തൂങ്ങി മരിച്ചവൻ, തൂങ്ങിച്ചത്തവൻ തൂങ്ങിച്ചത്തുകൊണ്ടേ ഇരിക്കുന്നു. പരലോകത്ത് രക്ഷയില്ല. ദുനിയാവിൽ ഒരു പക്ഷേ കടങ്ങൾ പെട്ടതിന്റെ പേരിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ, മറ്റേതെങ്കിലും പ്രശ്നത്തിന്റെ പേരിൽ അവൻ ജീവൻ ഒടുക്കിയാൽ തൂങ്ങി മരിച്ചവനാണോ? അവൻ തൂങ്ങി മരിച്ചുകൊണ്ടേയിരിക്കും. ട്രെയിനിൽ തലവെച്ചുകൊണ്ട് മരണപ്പെട്ടവനാണോ? ആ നിലക്കുള്ള ശിക്ഷയാണ് പരലോകത്തുണ്ടാകുന്നത്. എന്താണോ അവൻ മരിക്കാൻ കാരണം, അത് നാളെ പരലോകത്ത് ശിക്ഷിച്ചുകൊണ്ടിരിക്കുമെന്ന ചിന്ത നമുക്ക് വേണം. അതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാം നമുക്ക് ലഭിക്കണം എന്ന ചിന്തയും അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ, എല്ലാം നീ എളുപ്പമാക്കി തരണം. കച്ചവടം ചെയ്യുന്നുണ്ട്, അതിൽ ബറക്കത്ത് നൽകേണ്ടത് അല്ലാഹുവാണ്. തൊഴിലെടുക്കുന്നുണ്ട്, അതിൽ ആവശ്യമായ കൂലി നൽകേണ്ടത് റബ്ബാണ്. ഇങ്ങനെ നാം ചെയ്യുന്ന ഏത് മേഖലകളിലും തനിക്ക് ആവശ്യമായതൊക്കെ കിട്ടണം എന്ന ചിന്തയോടുകൂടെ അത് റഹ്മത്ത്
എന്ന നിലക്ക് നാം അള്ളാഹുവിനോട് ചോദിക്കണം. നാലാമത് പറയുന്നു അൻയൻസുറ ഇൻദൽ മൗത്ത്, മരണസമയത്ത് അവന് കരസ്ഥമാകണം സുഹൂലത്തു സക്കറാത്തിൽ മൗത്ത്, മരണത്തിന്റെ വല്ലാത്തൊരു വക്രാണം ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ് മഹാന്മാർ പറഞ്ഞത്. നമ്മുടെ നാട്ടിലുള്ള കാലമുള്ള, ഞങ്ങളുടെ നാട്ടിൽ അതിന് കാലമുള്ള എന്ന് പറയും, ആ മുള്ളിന്മേലേക്ക് നമ്മുടെ തോർത്തുമുണ്ട് വലിച്ചെറിഞ്ഞു, എന്നിട്ടത് പിടിച്ചു വലിച്ചാൽ ആ മുള്ളിൽ കൊളർത്തി വലിക്കുമ്പോൾ ആ തോർത്തുമുണ്ട് കീറിയിട്ടേ ഇങ്ങോട്ട് എടുക്കാൻ കഴിയൂ. ആ നിലക്കാണ് നമ്മുടെ ആത്മാവിനെ പിടിക്കുന്നത്. ആരുടെ? ദുർജനങ്ങളുടെ ആത്മാവിനെ പിടിക്കുന്ന ആ നിലക്ക് പിടിച്ചു വലിക്കുന്നത് പോലെയാണ്. അങ്ങനെയുള്ള സംഭവമില്ലാതെ മെഴുകിൽ നിന്ന് നൂലെടുക്കുന്നത് പോലെ, നെയ്യിൽ നിന്ന് നൂലെടുക്കുന്നത് പോലെ ലോലമായി മാർദ്ദവമായി വളരെ ലളിതമായി പെട്ടെന്ന് വലിച്ചൂരാൻ പറ്റുന്ന ഒരു സാധനമാണ് ആത്മാവ്. ആ നിലക്കുള്ള ഒരു മരണം കിട്ടണം. മരണസമയത്തും അള്ളാഹുവിന്റെ റഹ്മത്ത് വേണം. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ എന്ന് പറയുന്നതിൽ അതും പെട്ടിട്ടുണ്ട്. അഞ്ചാമത് അൻ യശ്വര ഫിൽ ഖബ്രി സുഹൂലത്തു സുആൽ, ഖബറാകുന്ന വീട്. നമ്മുടെ ഉപ്പമാര് മരിച്ചിട്ട് വർഷങ്ങളേറെയായി. എത്ര ആളുകളെയാണ് നാം ഇവിടെ കൊണ്ടുപോയി വെച്ചത്, ഒരു വിവരവും ഇതുവരെ കിട്ടിയിട്ടില്ല. നാം അങ്ങ് ഗൾഫിലേക്ക് കയറിയപ്പോ, ബോംബെയിലേക്ക് കയറിയിട്ട് പോകുന്നൊരു കാലമുണ്ടായിരുന്നു. അന്ന് ബോംബെയിലെത്തിയാൽ അവിടെ എവിടുന്നാണ് വിളിക്കാൻ പറ്റുന്നത് അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വിളിക്കും, അല്ലെങ്കിൽ ഉമ്മ വിളിക്കാൻ പറ്റിയ സ്ഥലത്ത്, ബാപ്പ വിളിക്കാൻ പറ്റിയ സ്ഥലത്ത് ചെന്നുകൊണ്ട് അങ്ങോട്ട് വിളിക്കും. എന്നിട്ട് എന്തായി മോനെ, യാത്ര സുഖമായോ എന്നൊരു അന്വേഷണം ഗൾഫിലെത്തുന്നതിന്റെ മുമ്പ്, ബോംബെയിൽ എത്തുമ്പോൾ തന്നെ മുമ്പ് നമ്മുടെ ഉപ്പമാര് നടത്തിയിരുന്നെങ്കിൽ ആ ഉമ്മമാര് ഖബറിലായിട്ട് 50, 30, 40, 10, 15 വർഷങ്ങളായി ഒരു വിവരവും നമുക്ക് ലഭിച്ചിട്ടില്ല. നാം ഒന്ന് കൺഫേം ചെയ്തിട്ടില്ല. അവരുടെ വിവരവും ഇങ്ങോട്ടും കിട്ടിയിട്ടില്ല. അവിടെയുള്ള ചോദ്യങ്ങൾ വല്ലാത്തൊരു ചോദ്യമാണ്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധുക്കളായ നമുക്കും നമ്മുടെ കുടുംബത്തിലുള്ള, നമ്മുടെ ബന്ധത്തിലുള്ള എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ചോദ്യം ചോദിച്ചുകൊണ്ട് ഒരു ഉസ്താദിന് കുട്ടിയെ തല്ലണമെന്ന് വിചാരിച്ചാൽ എത്ര പഠിക്കുന്ന കുട്ടിയാണെങ്കിലും അവനെ തല്ലാൻ കഴിയും. ഒരു അധ്യാപകൻ വിചാരിക്കുന്നു നല്ല പഠിക്കുന്ന കുട്ടിയാണ്, അവനൊന്ന് വേദനാക്കണമെന്ന് കരുതിയാൽ അവനെ വേദനിപ്പിക്കാൻ കഴിയും. എന്തുകൊണ്ട്? ആ നിലക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ചിലപ്പോൾ ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ കുട്ടികളിൽ ചിലപ്പോൾ മൂത്രമൊഴിക്കുന്ന സ്വഭാവമുണ്ട്. അതുപോലെ തന്നെ പലതും സംഭവിക്കുന്ന സംഭവങ്ങളുണ്ട്. ഇത് ദുന്യാവിലുള്ള ഒരു ചോദ്യമാണ്. എന്നാൽ പാരത്രിക ലോകത്ത് ഖബറുള്ള ചോദ്യം ഈ നിലക്കുള്ള ചോദ്യമല്ല. മാലാഖമാരാണ്. അവരുടെ തലമുടികൾ കാലിന്റെ മടമ്പ് വരെ നീണ്ട തലമുടികളാണ്. കണ്ണുകൾ വല്ലാത്ത കണ്ണുകളാണ്. നഖങ്ങൾ വല്ലാത്ത നഖങ്ങളാണ്. ആ നിലക്കുള്ള മാലാഖമാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി കൊടുക്കാൻ കഴിയുക എന്നത് വല്ലാത്തൊരു തൗഫീഖാണ്. അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. ആ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോഴും റബ്ബിന്റെ കാരുണ്യം വേണം. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ എന്ന് പറയുന്ന ആ റഹ്മത്തിൽ ആ ഒരു നിലക്കും ചിന്തിച്ചുകൊണ്ടാണ് നാം റഹ്മത്ത് ചോദിക്കേണ്ടത്. അതുപോലെ തന്നെ ആറാമത്തത് അൻ യശ്വര ഫിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നമുക്ക് ലഭിക്കണം. എന്ത് കിട്ടണം? എന്താ ലഭിക്കേണ്ടത്? സുഹൂലത്തുൽ ഇഖാബ് വഗ്ഫറാനു സയ്യിആത്ത് വതർജീഹുൽ ഹസനാത്ത്. നന്മകൾക്ക് മുൻതൂക്കം കിട്ടണം. തിന്മകൾ തൂക്കുന്നത് ഖിയാമത്ത് നാളിലാണല്ലോ. അതുപോലെ ശിക്ഷ ലഭിക്കുന്നത് ഖിയാമത്ത് നാളിലാണ്. നിങ്ങൾ നരകത്തിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗത്തെ പറഞ്ഞേക്കുമ്പോൾ, അതുപോലെ ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കുമ്പോൾ ആ സ്വർഗത്തിലെ ടീമിൽ പെട്ട് കിട്ടണം. അവിടെ നമ്മുടെ നന്മകൾ കനങ്ങൾ തൂങ്ങി കിട്ടണം. അതും അള്ളാഹു നമുക്ക് ചെയ്തു തരുന്ന വല്ലാത്ത റഹ്മത്താണ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ റഹ്മത്ത്, ഈ റഹ്മത്ത് ചോദിക്കുന്നതിനുണ്ട് പരലോകത്ത്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്, ആ മനുഷ്യൻ ഭൗതിക ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തവനാണ്. അങ്ങനെ അവന്റെ തിന്മകൾ തൂക്കിയപ്പോൾ ഒരു നന്മയുടെ കുറവാണുള്ളത്. ആ നന്മ ആരോടെങ്കിലും
എന്തെങ്കിലും ചോദിച്ചു വാങ്ങിയാൽ മതി എന്ന നിർദ്ദേശം റബ്ബിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചപ്പോൾ അവൻ ചോദിക്കുന്നു. കോടിക്കണക്കിന് മനുഷ്യന്മാരുണ്ട്, നമ്മുടെ നാട്ടുകാരുണ്ട്, നമ്മുടെ പരിചയക്കാരുണ്ട്, അല്ലാത്തവരുമുണ്ട്, എല്ലാവരും ഒരുമിച്ച് കൂടിയ ഒരു വലിയ സദസ്സ്. ആ കൂട്ടത്തിൽ ആയിരക്കണക്കിന് നന്മകൾ സ്വർഗത്തിലേക്ക് കടക്കാൻ ആവശ്യമായതിനേക്കാൾ ഉള്ളവർ ആ കൂട്ടത്തിലുണ്ട്. അതിൽ നിന്ന് ഒന്ന് കൊടുത്താൽ അവർക്കൊന്നും വരാനില്ല. 10,000-കണക്കിന് നന്മകൾ കൂടുതലുള്ള ആളുകൾ ആ കൂട്ടത്തിലുണ്ട്. അവരുടെ മുമ്പിലൂടെ നടക്കുന്നു ഞാൻ. ഒരു നന്മ തരുമോ, ഒരു നന്മ തരുമോ? എന്റെ ഒരു നന്മയ്ക്ക് കുറവുണ്ട്, അതിന്റെ പേരിൽ ഞാൻ നരകത്തിലേക്ക് പോകേണ്ടി വരും. നിങ്ങൾ എന്നെ ഒന്ന് സഹായിച്ചാൽ എനിക്ക് സ്വർഗത്തിലേക്ക് പോവാമല്ലോ എന്നിങ്ങനെ പറഞ്ഞ് ആ കോടിക്കണക്കിന് മനുഷ്യന്മാരുടെ ഇടയിലൂടെ ഇങ്ങനെ നന്മ യാചിച്ചുകൊണ്ട് നടക്കുമ്പോ ഒരാളും ഒരു നന്മയും കൊടുക്കുന്നില്ല. 10,000-കണക്കിന് നന്മകൾ കൂടുതലുള്ള ആളുകൾ, അവരൊന്നും ഒരു നന്മയും കൊടുക്കുന്നില്ല. ഇവൻ കട്ടഹിച്ചുകൊണ്ട് റബ്ബിന്റെ മുമ്പിലേക്ക് പോകുമ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ ചോദിക്കുകയാണ്, എന്തേ മോനെ നീ ഇങ്ങനെ പൊട്ടിക്കരയുന്നത്, എന്തേ നീ വെപ്രാളപ്പെടുന്നത്? മറ്റൊന്നുമല്ല, ഞാൻ വെപ്രാളപ്പെടാനുള്ള കാരണം എനിക്കൊരു നന്മയുടെ കുറവുണ്ട്. ആ നന്മയുടെ കുറവ് കാരണം ഞാനിതാ നരകത്തിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് ഒരാളും എനിക്ക് തരുന്നില്ല. അപ്പോൾ രസകരമായ മറുപടിയാണ് അദ്ദേഹം പറയുന്നത്, ഒരു നന്മന്റെ കുറവാ ഉള്ളത്, എന്നാൽ ഞാൻ ഒരൊറ്റ നന്മയാണ് ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത്. ഒരു നന്മയെ ഞാൻ ചെയ്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ തെറ്റുകളാണ് ഞാൻ ചെയ്തത്. ഈ ഒരു നന്മ കൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, അതുകൊണ്ട് പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ആ നന്മ അവന് കൊടുക്കുന്നു. സന്തോഷത്തോടെ റബ്ബിന്റെ മുമ്പിലേക്ക് ആ മനുഷ്യൻ വരുന്നു. ചോദിക്കുന്നു, എന്തേ സംഭവിച്ചത്? അള്ളാഹുവിന് അറിയാഞ്ഞിട്ടല്ല, എല്ലാം അള്ളാഹുവിനറിയാം. അള്ളാഹു ചോദിക്കുന്നു, എന്തൊക്കെ നടന്നു, നടന്നതൊക്കെ പറയുന്നു. അവസാനം കിട്ടിയ നന്മ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അവിടെ വെച്ചൊരു പ്രഖ്യാപനമുണ്ട്, എന്നേക്കാൾ വലിയ കാരുണ്യവാനുണ്ടോ? ഞാനാണല്ലോ ഏറ്റവും വലിയ കാരുണ്യവാൻ, ഏറ്റവും കരുണ ചെയ്യുന്ന റഹ്മാനും റഹീമും ഞാനാണല്ലോ. എന്നേക്കാൾ വലിയ കരുണ ചെയ്യുന്നവൻ ആരാണ് ഈ ലോകത്തുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല ആ മനുഷ്യനെ വിളിക്കാൻ വേണ്ടി പറയുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങൾ രണ്ടുപേരും സ്വർഗത്തിലേക്ക് പോകണം. നീ കാരണമാണ് ഇദ്ദേഹം സ്വർഗത്തിലേക്ക് പോകുന്നത്. നീ അത് പ്രശ്നമാക്കാതെ, നീ ചെയ്ത ഒരു നന്മ നിന്റെ കയ്യിൽ പിടിക്കാതെ ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി നീ തയ്യാറായല്ലോ. ഈ ലോകത്ത് 10,000-കണക്കിന് നന്മകൾ കൂടുതലുള്ള ആളുകളൊന്നും ഒരു നന്മ കൊടുക്കാതെ അവൻ വാവിട്ട് കരഞ്ഞുകൊണ്ട് എന്റെ അടിയിലേക്ക് സന്നിധാനത്തിലേക്ക് വരുന്ന ഒരു സന്ദർഭമാണ്. ആ സമയത്ത് നീ ഒരു നന്മ കൊടുത്തത് കൊണ്ട് രണ്ടാളും സ്വർഗത്തിലേക്ക് പോകൂ എന്ന് പറയുന്ന അത്ഭുതകരമായ സംഭവം നാളെ പരലോകത്ത് നടക്കുന്നു. ഞാനിത് പറഞ്ഞത് ഒരു നന്മ ചെയ്താൽ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കാൻ വേണ്ടിയല്ല, പിന്നെയോ ഒരു നന്മയ്ക്ക് വേണ്ടി യാചിക്കേണ്ട ഒരു ഗതികേട് നമുക്ക് വരാനുണ്ട്. എന്താണ് അതേതൊരു നന്മയാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് എന്ന് നമുക്കറിയില്ല. മുഹ്റിസ്കാരത്തിന് മുമ്പ് 4 റക്അത്ത് റവാത്തിബ് സുന്നത്തുണ്ട്. ആ 4 റക്അത്ത് ഞാൻ നിസ്കരിക്കട്ടെ എന്നൊന്ന് തീരുമാനിക്കുക. ളുഹറിന്റെ ശേഷവും 4 ഉണ്ട്, അസറിന്റെ മുമ്പ് 4 റക്അത്തുണ്ട്, മഗ്രിബിന്റെ മുമ്പ് ശേഷം ഈ 2 റക്അത്തുണ്ട്. ഇങ്ങനെ റവാത്തിബ് സുന്നത്തുകൾ, ളുഹാ നിസ്കാരങ്ങൾ, വിത്ർ നിസ്കാരങ്ങൾ, ഇങ്ങനെ തുടങ്ങി നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുന്ന, ജീവിതത്തിൽ സ്ഥിരമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു നന്മ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ അത് ചെയ്യാതെ മാറി നിൽക്കാതെ, അത് ഞാൻ ചെയ്യട്ടെ, ഒരു പക്ഷെ ഇതുകൊണ്ടായിരിക്കും ഞാൻ സ്വർഗത്തിലേക്ക് എത്തുക, അതുകൊണ്ട് ഞാനൊന്ന് ചെയ്യട്ടെ എന്ന് തീരുമാനിക്കുകയാണ് വേണ്ടത്. നമുക്കറിയാം 2 ആളുകൾ ചരിത്രം. പൂച്ചയെ കെട്ടിയിട്ടതിന്റെ പേരിൽ ഒരു പെണ്ണ് നരകത്തിൽ പോയതും, നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ ദുർമാർഗിയായ ഒരു മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോയതും നമ്മുടെ മുമ്പിലുണ്ട്. ആ സംഭവം നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ നന്മ ഏത് വന്നാലും നമ്മൾ ചിന്തിക്കേണ്ടത്, ഇതുകൊണ്ടായിരിക്കാം ഞാൻ സ്വർഗത്തിലേക്ക് എത്തുക, അതുകൊണ്ട് ഞാനത് ചെയ്യട്ടെ. തിന്മകൾ ഏത് നമ്മുടെ മുമ്പിലേക്ക് വന്നാലും ഇതുകൊണ്ടായിരിക്കാം ഞാൻ നരകത്തിലേക്ക് എത്തുക, അതുകൊണ്ട് ഞാൻ ഒഴിവാക്കട്ടെ എന്ന് മനസ്സിലാക്കി തിന്മകൾ കഴിവിന്റെ പരമാവധി മാറി നിൽക്കാനും നന്മകൾ കൂടുതൽ ചെയ്യാനും നമ്മൾ ശ്രമിക്കണം. ആ നിലക്ക് റബ്ബിന്റെ റഹ്മത്ത് വാരി കോരി കൊടുക്കുന്ന ഈ മാസത്തിൽ ആ ദിക്ർ കൂടുതൽ ചെയ്യാൻ വേണ്ടി ചൊല്ലാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഭൗതിക
പരലോകത്തുള്ള ജീവിതത്തിൽ നമുക്ക് കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുക. അപ്പുറത്ത് അങ്ങനെയുണ്ടല്ലോ ചിന്തിക്കാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല, ഇപ്പുറത്ത് ഇങ്ങനെയുണ്ടല്ലോ അതിനെക്കുറിച്ച് ആലോചിക്കാൻ നമ്മോട് പറഞ്ഞിട്ടില്ല. നമ്മോട് പറഞ്ഞ് നമുക്ക് കിട്ടിയത് എന്താണോ അതിൽ സന്തുഷ്ടനായി ജീവിക്കുക. ഒരു പക്ഷേ കുറവുണ്ടാകാം, അല്ലെങ്കിൽ ഉണ്ടാവാം. അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് വ്യാകുലപ്പെടാതെ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, മാ സഹിദ അബ്ദുൻ ഫിദ് ദുനിയാ, ദുനിയാവിൽ ഒരാൾ ഐഹിക വിരക്തിയോടുകൂടി ഒരാൾ ജീവിക്കാൻ ശ്രമിച്ചാൽ ഇല്ലാ അംബത്തല്ലാഹുൽ ഹിക്മത ഫീ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ അല്ലാഹു തആല തന്ത്രത്തെ ഇട്ടുകൊടുക്കുന്നതാണ്, ജ്ഞാനത്തെ അറിവിനെ ഇട്ടുകൊടുക്കുന്നതാണ്. എന്നിട്ട് അവൻ അവസാനം എന്ത് ചെയ്യും? സാലിമൻ ഇലാ ദാരിസ്സലാം വഅഖ്റജഹു മിൻഹാ സാലിമൻ ഇലാ ദാരിസ്സലാം, അവൻ ആ ദുനിയാവിൽ നിന്ന് രക്ഷപ്പെട്ടവനായി സ്വർഗത്തിലേക്ക് ദാറുസ്സലാമിലേക്ക് അവൻ എത്തുന്നതാണ്. ആ നിലക്ക് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം. വസ്ഹദ് വദാ ഫഖ്ദുൻ അലാ ഖൽബിക ബിൽമാലി ലാ ഫഖ്ദുൻ ലഹു തഖഅ والزهد أحسن منصب بعد التقى وبه ينال مقام ربا بالعلا. സുഹൃദ് എന്ന് പറഞ്ഞാൽ മനസ്സിൽ എപ്പോഴും സമ്പത്ത് എന്ന ചിന്തയിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കാതിരിക്കലാണ്, അല്ലാതെ സമ്പത്തില്ലാതിരിക്കലല്ല. സമ്പത്തുണ്ട് എന്നത് സുഹൃദിനെതിരല്ല. ഒരാൾക്ക് ഒരുപാട് സമ്പത്തുണ്ട്, അയാൾ സുഹൃദില്ലാത്തവനാണെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. പക്ഷെ അവന്റെ മനസ്സെപ്പോഴും അതുമായി ഒട്ടിപ്പിടിച്ചതാണോ, ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്, അത് കഴിയുമ്പോൾ മറ്റൊന്ന്, ആ ഒരു ചിന്തയാണോ അവന്റെ മനസ്സിലുള്ളതെങ്കിൽ അവന് സുഹൃദില്ല. എന്നാൽ ഒരുപാട് സമ്പത്തുണ്ട് എന്നതുകൊണ്ട് അത് സുഹൃദിനെതിരല്ല. തഖ്വ കഴിഞ്ഞാൽ അള്ളാഹുവിനെ ഭക്തിയോടുകൂടി ജീവിക്കുക, കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുക, ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കുക. അതാണല്ലോ തഖ്വ എന്ന് പറഞ്ഞാൽ. ആ തഖ്വ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ജീവിതത്തിൽ പകർത്തേണ്ട ഒന്ന് സുഹൃദാണ്. അതുകൊണ്ട് ഉന്നതന്മാരായ മഹാന്മാരുടെ സ്ഥാനം അതുകൊണ്ട് കരസ്ഥമാക്കാൻ കഴിയും. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം സമ്പത്ത് ഇല്ലാത്ത ആളല്ലായിരുന്നു, വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളാണ്, അധികാരിയാണ്, ഭരണാധികാരിയാണ്. പക്ഷേ ലം യകുൻ സാഹിദൻ ഫിദ് ദുനിയാ, സുഹുദുള്ള ആളല്ല എന്ന് നീ വിചാരിക്കണ്ട. ബൽ ഹുവ അസ്ഹദു സാഹിദീൻ, സാഹിദീങ്ങൾ വെച്ച് ഏറ്റവും സുഹുദുള്ള ആളായിരുന്നു സുലൈമാൻ നബി. ഭരണം എന്നതിന്റെ പേരിൽ പിന്നാലെ പോകാതെ, ഭരണമുണ്ട് എന്നൊരു ഭാഗത്ത് വെച്ചുകൊണ്ട് തന്നെ അതിന്റെ പിന്നാലെ പോകാതെ ജീവിതം കാഴ്ചവെച്ചവരാണ്. അതുകൊണ്ട് സമ്പത്ത് ഒരാൾക്കുണ്ട് എന്നത് സുഹുദിനെതിരല്ല. ആ സമ്പത്ത് എന്ന ചിന്ത മാത്രമായി നടക്കുമ്പോഴാണ് സുഹുദിനെതിരാകുന്നത്. അതുകൊണ്ട് ആ നിലക്കുള്ള ജീവിതമാണ് നാം ചിട്ടപ്പെടുത്തേണ്ടത്. ജുനൈദ് റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുകയാണ്, അസ്സുഹുദു ഖുലുവുൽ ഐദി മിനൽ അംലാകി വൽ ഖുലൂബി മിനൽ തതബ്ബുഇ വസ്തിസ്ഹാറു ദുനിയാ വമഹ്വി ആഥാരിഹാ മിനൽ ഖൽബ്. രാജാക്കന്മാരുമായി അവന്റെ കൈകൾ എപ്പോഴും ഒഴിഞ്ഞു നിൽക്കണം. എപ്പോഴും രാജാക്കന്മാരുടെ പിന്നിൽ, പണക്കാരുടെ പിന്നിൽ, അധികാരമുള്ള പിന്നിൽ ഇങ്ങനെ നടക്കുക, അവർ പറയുന്നത് കേൾക്കുക, അതനുസരിച്ച് ജീവിക്കുക. അതൊന്നും മാറ്റം വന്നുകൊണ്ട് തന്നെ അവരോട് ബന്ധപ്പെടേണ്ട ആവശ്യത്തിന് മാത്രം ബന്ധപ്പെട്ട് അല്ലാത്ത വിഷയങ്ങളൊക്കെ അവരെ പിന്മാറ്റി നിർത്തുക. അതുപോലെ വസ്തിസ്ഹാറു ദുനിയാ, ദുനിയാവിനെ ചെറുതായി കാണുക. ഇത് വളരെ നിസ്സാരമാണ്, വളരെ നിസ്സാരമാണ്. എനിക്ക് ഈ കിട്ടിയതൊന്നും, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മൾ വലിയ സംഭവമായിട്ടാണ് ഇവിടെയൊക്കെ ജീവിക്കുന്നത്. ഞാൻ എന്റെ വീട്ടിൽ ഒരു വലിയ സംഭവമാണ്, എന്റെ നാട്ടിൽ വലിയൊരു സംഭവമാണ് ഞാൻ. പക്ഷേ ഞാൻ അങ്ങ് മരിച്ചാൽ ഇവിടെ എന്തെങ്കിലും നിൽക്കുമോ? ഇവിടത്തെ ചലനങ്ങളൊന്നും നിശ്ചലമാവുകയില്ലല്ലോ, എല്ലാം മുമ്പ് നടന്നതുപോലെ നടക്കുന്നതാണ്. ഞാൻ മരിച്ചതിന്റെ പേരിൽ എന്റെ വീട്ടിൽ 1-2 ദിവസം ഒരു സങ്കടം ഒന്നേക്കാം. പക്ഷേ നേരം പുലരുന്നു, വൈകുന്നേരമാകുന്നു, അവർ ഭക്ഷണം ഉണ്ടാക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, എല്ലാം ഇന്നലെ നടന്നതുപോലെ, മിനിയാന്ന് നടന്നതുപോലെ നടക്കുന്നു. നമ്മളൊന്നും മരിച്ചാൽ ഒന്നും സംഭവിക്കാനില്ല. നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഞാൻ വലിയൊരു സംഗതിയാണ്. ഒന്നുമല്ല സഹോദരന്മാരെ, നമ്മൾ കണ്ണു ചിമ്മിയാൽ എന്തിനു മാത്രം പറയണമെന്ന് രോഗമായി 2-3 ആഴ്ച ഒന്ന് കിടന്നാൽ മലമൂത്ര വിസർജനം നമ്മുടെ കിടക്കപ്പായ
ഒഴിവാക്കുന്ന രംഗം വന്നാൽ അപ്പോഴറിയാം നമ്മുടെ സ്ഥാനമാനങ്ങൾ അള്ളാഹു ആ നിലക്കൊരു കിടത്തം സാധുക്കളായ നമ്മൾക്ക് നൽകാതിരിക്കട്ടെ. എന്നാലോ കിടക്കണം, കുറച്ച് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒന്ന് കിടക്കണം. എന്നിട്ട് മക്കൾക്കും ഭാര്യക്കും ചെയ്തു തരാനുള്ളതൊക്കെ ചെയ്തു തരണം. അതിന് സാവകാശം വേണം. അത് രണ്ടാഴ്ച മൂന്നാഴ്ചയായാൽ, ഒരു മാസമുള്ള 2 മാസമായാൽ എല്ലാവരും വെറുക്കുന്നതാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. 62 വയസ്സുള്ള ആള് സ്വന്തം ഭാര്യ 52 വയസ്സുള്ള ഭാര്യയെ നിസ്കാരപ്പായൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെട്ടിക്കൊലപ്പെടുത്തിയത്, കൊലപ്പെടുത്താൻ ശ്രമിച്ചത്, അത് മരിച്ചിട്ടില്ല എന്നാണ് അന്ന് പത്രത്തിൽ കണ്ടത്. മിനിയാന്നത്തെ പത്രം, വെള്ളിയാഴ്ചയിലെ പത്രം നിങ്ങൾ വായിച്ചില്ലേ? 62 വയസ്സുള്ള വയോധികൻ 52 വയസ്സുള്ള തന്റെ ഭാര്യയെ നിസ്കരിച്ചിരിക്കുന്ന സമയത്താണ് വെട്ടുന്നത്. ചോരയിൽ കളിച്ച പെണ്ണിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ രംഗം പത്രത്തിലുണ്ട്. എന്താണ് ഇവിടെ നടക്കുന്നത് പറയാനൊക്കില്ല. ആ നിലക്കാണ്. എന്റെ ഒരു സ്നേഹിതൻ കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞു, നീ ഒന്ന് എന്റെ മകനുമായി സംസാരിക്കണം, എന്റെ മകനുമായി സംസാരിക്കണം. അവനിങ്ങനെ പറയുന്നു, നിങ്ങളെ ഞാൻ കൊല്ലുമെന്ന് ഉമ്മയോട് പറയുന്നു. ബാപ്പയോടും ആ നിരക്ക് സംസാരിക്കാറുണ്ട്, പക്ഷേ ബാപ്പയോട് മിണ്ടൂല. ഉമ്മയോട് 1 മാസം 3 മാസക്കാലമായി മിണ്ടിയിട്ട് പോലും ഭക്ഷണം അവിടെ വെച്ചാൽ എതിർത്തുകൊണ്ടുപോയി തിന്നും. അങ്ങനെ പാത്രം അവിടെ തന്നെ വെക്കും. ഇവരുടെ കൂടെ ഭക്ഷണം കഴിക്കൂല. ആ വോയിസുകൾ എന്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് എന്നോട് പറഞ്ഞത്, സഹോദരന്മാരെ, ആർക്കാണ് നാം അധ്വാനിക്കുന്നത്? ആർക്കാണ് നാം പാടുപെടുന്നത്? സ്വന്തം മക്കൾ ഈ നിലക്ക് തിരിഞ്ഞാൽ അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കട്ടെ. നമ്മളെ മക്കളെ കൊണ്ട് സന്തോഷിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ദുന്യാവിനെ മനസ്സിൽ നിന്ന് പാടെ എടുത്തു കളയുക. അതിന്റെ ആസാറുകൾ കൽബിൽ നിന്ന് മാറ്റി വെക്കുക. കൽബിലെപ്പോഴും പടച്ച റബ്ബ് വേണം, മുത്തനബി വേണം, പരിശുദ്ധ ഇസ്ലാം വേണം. ആ കാര്യങ്ങൾ മനസ്സേറ്റി നെഞ്ചേറ്റി കൊണ്ടുള്ള ഒരു ജീവിതം, അതാണ് നാം വേണ്ടത്. മാത്രമല്ല, ഒരു സാഹിദിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അവന്റെ ഉള്ളിൽ, അവന്റെ മനസ്സിൽ 3 കാര്യങ്ങൾ അത് ഉണ്ടാവൽ അത്യാവശ്യമാണ്. ഏതാണ് ആ 3 കാര്യങ്ങൾ? അല്ലാ യഫ്റഹ ബിമൗജൂദിൻ, ഉള്ള കാര്യം കൊണ്ട് സന്തോഷിക്കാതിരിക്കുക. എനിക്കതുണ്ടല്ലോ എന്ന നിലക്ക് സന്തോഷം വേണ്ട. എനിക്ക് നല്ല വണ്ടിയുണ്ടല്ലോ, വേണ്ട സന്തോഷം. എനിക്കൊരു നല്ല വീടുണ്ടല്ലോ, സന്തോഷം വേണ്ട. ഒരു നല്ല ഭാര്യ ഉണ്ടല്ലോ, അതിന്റെ പേര് സന്തോഷിച്ച് സമയം കളയണ്ട. വലാ യഹ്സുന അലാ മഫ്ഖൂദിൻ, ഇല്ലാത്തതിന്റെ പേരിൽ അവൻ ദുഃഖിക്കുകയും ചെയ്യരുത്. എനിക്കത് കിട്ടിയില്ലല്ലോ, അപ്പുറത്ത് അങ്ങനെ ഉണ്ടല്ലോ, ഇപ്പുറത്ത് ഇങ്ങനെയുണ്ടല്ലോ, എനിക്കത് കിട്ടിയില്ലല്ലോ, അതിന്റെ പേര് ദുഃഖവും വേണ്ട. ഉണ്ടെന്നതിന്റെ പേര് സന്തോഷം വേണ്ട, ഇല്ലാത്തതിന്റെ പേര് ദുഃഖവും വേണ്ട. അതിന്റെ നേരെ വിപരീതമാകണം നമ്മുടെ മനസ്സ്. ഉണ്ട് എന്നതിന് പേര് സന്തോഷമില്ല, ഉള്ളതിന്റെ പേരിൽ ഞാൻ മറുപടി പറയേണ്ടി വരുമല്ലോ എന്നൊരു ബേജാറ്. ഉള്ളതിന് ഞാൻ മറുപടി പറയേണ്ടി വരുമല്ലോ. എനിക്ക് ഈ സന്തോഷങ്ങളൊക്കെ റബ്ബ് തന്നു, ഈ സന്തോഷങ്ങൾക്ക് വേണ്ടി റബ്ബിന്റെ മുമ്പിൽ ഞാൻ മറുപടി പറയേണ്ടി വരുമല്ലോ എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. അപ്പോൾ അപ്പോൾ ഉണ്ടെന്നതിന്റെ പേരിൽ സന്തോഷമില്ല, ഇല്ലാത്തതിന്റെ പേരിൽ ദുഃഖവുമില്ല. ഇതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ, ദുന്യാവുമായി കെട്ടുമണിഞ്ഞ് കഴിയാത്ത ഒരു മനുഷ്യന്റെ മനസ്സിൽ വേണ്ടത്. രണ്ടാമത്തത് ഒരാൾ ഇങ്ങനെ പ്രശംസിക്കുകയാണ്, നിങ്ങൾ ഉണ്ടായിട്ടാണല്ലോ ആ സംഗതി നടന്നത്, നിങ്ങൾ ഉള്ളത് കൊണ്ടാണ് അത് അങ്ങനെയായത് ഇങ്ങനെയായത് എന്നിങ്ങനെ പറഞ്ഞ് നമ്മളെ വല്ലാതെ പ്രശംസിക്കും. അല്ലെങ്കിൽ അവനാണ് ഒക്കെ എല്ലാറ്റിനും കാരണക്കാരൻ, അവന് ഉള്ളത് കൊണ്ടാണ് അത് അങ്ങനൊക്കെ ആയത്, അല്ലെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു. ഒന്ന് ആക്ഷേപമാണ്, ഒന്ന് പ്രശംസയാണ്. ഫയകൂനു മദ്ഹൂഹും വദമ്മുഹും സവാ ലം യഖ്ശ ലൗമത ലായിമിൻ ഫീദിൽ ഉലാ. ആക്ഷേപകന്റെ ആക്ഷേപം അവന് പ്രശ്നമല്ല, പ്രശംസിക്കുന്നവന്റെ പ്രശംസയും അവന് പ്രശ്നമല്ല. ഒരാളുടെ ആക്ഷേപവും അവന് പരിഗണിക്കൂല. ആരെന്ത് പറഞ്ഞാലും ഈ ചെവിയിലൂടെ കേൾക്കും, ഇതിലൂടെ വിടും. അവര് കുറെ പൊന്തിച്ചതിന് പൊന്താൻ നിൽക്കൂല, അവൻ കുറെ താഴ്ത്തിയതിന് താകാൻ നിൽക്കൂല. അവൻ ഏതൊരവസ്ഥയിലാണോ അതേ അവസ്ഥയിൽ നിൽക്കുന്ന ഒരവസ്ഥ, അതാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ എപ്പോഴും വേണ്ടത്. മാത്രമല്ല, മൂന്നാമത് പറയുന്നു, അന്യകൂന ഉൻസുഹു ബില്ലാഹ്,
അവന്റെ നേരം പോക്ക് മുഴുക്കയും അള്ളാഹുമായി ബന്ധപ്പെട്ടുകൊണ്ടാവണം. അവന് വെറുതെ സമയം പോയി കിട്ടാൻ വേണ്ടി ഈ ചെറുമുക്കിലേക്ക് പോകുന്ന ഒരു വയലോരമുണ്ടല്ലോ. ഇന്നലെ രാത്രിയും ഞാൻ ഒരു ചെറുപ്പക്കാരനെ വിളിച്ചപ്പോൾ അവിടെയാണ്. വിളിച്ചു വരുത്തി തറാവീഹ് നിസ്കരിച്ചിട്ടില്ല. വല്ലാത്തൊരു സങ്കടമായി. അവനോട് പറഞ്ഞു, ഇതൊരു പക്ഷേ നാളെ നിനക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. തറാവീഹ് നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ടു തന്നെയാണ്, അത് തിരിച്ചു പിടിക്കാൻ കഴിയൂല. പോയാൽ പോയത് തന്നെ. അതുകൊണ്ട് എന്തെങ്കിലും പേരിൽ ഇങ്ങനെ പോയി രാത്രി 11 മണിക്ക് ശേഷം 12 മണിയോട് അടുത്ത സമയത്താണ് ഞാൻ വിളിച്ചപ്പോൾ ഇതാണ് അവസ്ഥ. ഒന്നല്ല രണ്ടല്ല, എത്ര ചെറുപ്പക്കാർ സമയം അവർ ഫാസ്റ്റ് എന്ന പേരിൽ, സമയം പോകാൻ എന്ന പേരിൽ, സമയം പോയി കിട്ടിയിട്ട് ബേജാറായി അവിടെയും ഇവിടെയും പോയിരുന്നുകൊണ്ട് സമയം തള്ളി നീക്കുന്നു. ഇവിടെയുള്ള എന്റെ ചെറുപ്പക്കാരെ, ഈ സമയം റബ്ബ് തന്ന വല്ലാത്തൊരു മുത്താണ്, വിലമതിക്കാൻ പറ്റാത്ത ഒന്നാണ്. ഒരു സെക്കൻഡ് പോയാൽ പോയത് തന്നെ, തിരിച്ചു പിടിക്കാൻ ലോകത്തൊരു ശക്തിയുമില്ല, ഒരാൾക്കും തിരിച്ചു പിടിക്കാൻ കഴിയൂല. അതുകൊണ്ട് നാം കിട്ടിയ സമയങ്ങൾ ഉപയോഗപ്പെടുത്തണം. 20 ഇമാമിന്റെ കൂടെ ഇമാം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ഉടനെ തന്നെ നമുക്ക് ചൊല്ലാൻ കഴിയണം. ഇമാം റുക്കൂയിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ ചൊല്ലിയിട്ട് പെട്ടെന്ന് റുക്കൂയിലേക്ക് പോയി എനിക്ക് ആ റക്അത്ത് കിട്ടിയല്ലോ എന്ന് സമാധാനിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ പെടരുത്. ഇമാം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ഉടനെ നമുക്കും ചൊല്ലാൻ കഴിയണം. അങ്ങനെ 40 ദിവസം ജമാഅത്തിൽ പങ്കെടുത്താൽ അവൻ എന്തിൽ നിന്ന് രക്ഷപ്പെടും? നരകത്തിൽ രക്ഷപ്പെടും. റസൂലുള്ളാഹി പറയുന്നു, നരകത്തിൽ നിന്ന് 40 ദിവസം ഈ നിലക്ക് ജമാഅത്തിൽ പങ്കെടുത്താൽ ഇമാം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി ഉടനെ തന്നെ അല്ലാഹു അക്ബർ ചൊല്ലാൻ കഴിഞ്ഞു എന്നുവെച്ചാൽ ആ നിലക്ക് പള്ളിയിലെത്തും. അങ്ങനെ ജമാഅത്തിൽ 40 ദിവസം കൂടിയാൽ അവന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ്, ചാപ്പറ്റത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ്. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തീരുമാനിക്കണം, ഒറ്റ തറാവീഹും നഷ്ടപ്പെടൂല. 20 റക്അത്തും ഞാൻ നിസ്കരിക്കും. വിത്ർ 3 ഇപ്പൊ നിസ്കരിക്കുന്നത്, ആ 3 നിസ്കരിക്കും. വീട്ടിൽ പോയ ശേഷം അങ്ങ് കിടക്കുന്നതിന്റെ മുമ്പ് അല്ലെങ്കിൽ അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോൾ 8 റക്അത്തും കൂടി നിസ്കരിച്ച്, പടച്ചോനെ ഇതൊരു പക്ഷേ എന്റെ അവസാനത്തെ നിസ്കാരമായിരിക്കാം, ഇനി നിസ്കരിക്കാൻ എനിക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല, അതുകൊണ്ട് ഈ നിസ്കാരം നീ കബൂലാക്കണം അല്ലാഹ് എന്ന് മനസ്സറിഞ്ഞുകൊണ്ടൊന്ന് ദുആ ചെയ്ത് ഒന്ന് കിടക്കുന്ന സ്വഭാവം നമുക്ക് വേണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ എപ്പോഴും അവന്റെ മനസ്സ് അള്ളാഹുമായി നേരം പോക്കിന് ദിക്റുകൾ ചൊല്ലാം. ഈ പറഞ്ഞ ഈ ദിക്റ് ചൊല്ലാം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്റ് എല്ലാം, അങ്ങനെ ഒരുപാട് ദിക്റ് അല്ലെങ്കിൽ സ്വലാത്തി എല്ലാം എന്തൊക്കെ ദിക്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതങ്ങ് ചൊല്ലിയാൽ തന്നെ അത് കാവലായി നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. വൽ ഗാലിബു അലാ ഖൽബിഹി ഹലാവത്തു തുഅത്തി, അവന്റെ കൽബിൽ എപ്പോഴും ആരാധനയുടെ സ്വാദാണ്, വല്ലാത്തൊരു റാഹത്താണ്. നമ്മൾ 20 റക്അത്തും തറാവീഹൊക്കെ കഴിഞ്ഞ് ആ വിത്രൊക്കെ കഴിഞ്ഞ് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവാറില്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് ഇന്നും പൂർണ്ണമായി നിസ്കരിക്കാൻ കഴിഞ്ഞാൽ ചിന്തിക്കാറുണ്ട്, റബ്ബ് നമുക്ക് സ്വീകരിക്കുമാറാവട്ടെ. സ്വീകരിച്ചെങ്കിലേ നമുക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ. എന്നാലും നമ്മുടെ മനസ്സിൽ ഇതൊക്കെ ചെയ്തീണല്ലോ എന്നൊരു സന്തോഷം നമുക്ക് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ആരാധന ചെയ്യാൻ വല്ലാത്ത മാധുര്യം അവന്റെ കൽബിൽ എപ്പോഴും ആ ചിന്ത. സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറയുന്നു, സുഹദ് എന്ന് പറയുന്നത് 3 അക്ഷരമാണ്. ഒന്ന് സുഹദ്, ആ സുഹദിലെ സാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തെർക്കു സീനത്തി, സീനത്തിന് ഉപേക്ഷിക്കലാണ്. ആഡംബരം, അഴക്, ഭംഗി, എന്തൊക്കെ സന്തോഷങ്ങൾ ഇവിടെ നടക്കുന്നു അതിലൊക്കെ ഒരു മാറി നിൽക്കുക. തെർക്കുൽ ഹവ, ഹാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹവയെ ഉപേക്ഷിക്കലാണ്. ഹവയാണ് നമ്മുടെ രണ്ടാമത്തെ ശത്രു. ഒന്നാമത്തെ ശത്രു ഏതാണ്? പിശാചാണ്. രണ്ടാമത്തെ ശത്രു ഏതാണ്? ഹവയാണ്. ഹവ എന്ന് പറഞ്ഞാൽ തടീച്ചകൾ. ശരീരം ഇങ്ങനെ ചിന്തിക്കും, ഓരോ അത് ചെയ്യാ ഇത് ചെയ്യാ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ചിന്തകൾ വരുന്നു. ആ ചിന്തകൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ആ ഹവ അത് ഉപേക്ഷിക്കുക. മൂന്നാമത് ദുന്യാവ് മുഴുക്കയും പാടെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ളതൊക്കെ ഒന്ന് കൊടുത്തു തീർത്ത് ഇങ്ങനെ വയന്ന് നടക്കണം എന്നല്ല പറയുന്നത്. ദുന്യാവുമായി കെട്ടുമണഞ്ഞുള്ള ജീവിതമില്ലാതെ ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് വേണം. ആ നിലക്കുള്ള ചിന്തയോടുകൂടി അങ്ങ് ജീവിക്കാൻ കഴിയുക. അല്ലാഹു തആല ഖുർആനിൽ ഓർമ്മപ്പെടുത്തുകയാണ്,
وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിച്ചവൻ വനഹൻ നഫ്സ അനിൽ ഹവാ, ശരീരത്തെ തൊട്ട് തടിയിച്ച ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ, അവന് സ്വർഗം അവന്റെ അഭയകേന്ദ്രമാണ്. ആ സ്വർഗത്തിലെത്താൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ദുന്യാവുമായി കെട്ടുമണഞ്ഞുള്ള ജീവിതം ഒഴിവാക്കി ഒരു സുഹൃദിന്റെ അവസ്ഥയിലേക്ക് നാം എത്തിപ്പെടാൻ വേണ്ടി ശ്രമിക്കണം. രണ്ടാമത്തെ കാര്യം, അന്തകൂന ഹിമ്മത്തുഹു ഫിൽ ഇബാദത്തി വ തിലാവത്തിൽ ഖുർആൻ, അവന്റെ ആവേശം, അവന്റെ ദൃഢനിശ്ചയം എപ്പോഴും ആരാധനയിലാവണം. സുബീക്ക് എനിക്ക് പള്ളിയിലെത്തണം. ഇപ്പൊ ജമാഅത്തിന് നമ്മൾ പള്ളിയിലെത്തുന്നത് അത്താഴത്തിന് വേണ്ടി എഴുന്നേൽക്കുന്നത് കൊണ്ടായിരിക്കാം, അങ്ങനെ പോരാ. അല്ലാതെ തന്നെ ജമാഅത്തിന് എല്ലാ ദിവസവും എത്തണമെന്ന ചിന്തയുണ്ടാവുക. അതുപോലെ തിലാവത്തിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ നാം സമയം കാണണം. ഏറ്റവും ചുരുങ്ങിയത് പരിശുദ്ധ റമളാനിൽ നമുക്ക് 2 ഖത്മ് തീർക്കാം. ചുരുങ്ങിയതാ ഞാൻ പറയുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ, റമദാൻ അല്ലാത്തപ്പോൾ 1 ഖത്മും നമുക്കൊരു മാസം കൊണ്ട് തീർക്കാം. ഡേറ്റ് നിശ്ചയിച്ചാൽ മതി. ഇന്നിപ്പോ 4ാമത്തെ ദിവസമാണ്, നോമ്പ് 4ആണ്. ഈ 4ാമത്തെ ദിവസം 4ാമത്തെ ജുസ് ഓതുക, 5ാമത്തെ ദിവസം 5ാമത്തത് ഓതുക. അങ്ങനെ റമദാൻ 29 മാസം കണ്ടാൽ 30 പൂർത്തിയാക്കി അന്ന് 2 ജുസ് ഓതുക. ആദ്യം മുതൽ 3 ജുസ് ഓതി കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് ഓതി തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ നമ്മൾ ശ്രമിച്ചാൽ റമദാൻ തീരുമ്പോഴേക്ക് 1 ഖത്മ് തീർക്കാം. ഇംഗ്ലീഷ് ഡേറ്റ് അനുസരിച്ച് നമുക്ക് 1-ാം തീയതി 1ാമത്തെ ജുസ് അങ്ങനെ ഓതിയിട്ട് 30 ആവുമ്പോഴേക്കും 1 ഖത്മ് തീർക്കാം. ചിലപ്പോൾ ഫെബ്രുവരി 28 ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ 2 ജുസ് നമ്മൾ പെട്ടെന്ന് ഓതി തീർക്കേണ്ടി വരും. ചിലപ്പോൾ 31 ഉണ്ടാവും. ആ 31 ഓതണ്ടാന്ന് തീരുമാനിക്കാതെ 1 ജുസ് ഓതി തീർക്കുക. ഇങ്ങനെ ഇംഗ്ലീഷ് ഡേറ്റ് അനുസരിച്ചും അറബി ഡേറ്റ് അനുസരിച്ചും നമുക്ക് ഒരു 2 ഖത്മ് പ്രയാസമില്ലാതെ തീർക്കാൻ കഴിയും. അരമണിക്കൂറേ നമ്മെ പോലെയുള്ളവർക്ക് ഓതാൻ സമയം നീക്കി വെക്കേണ്ടതുള്ളൂ. തീരുമാനിക്കണം, സ്വന്തം തീരുമാനിക്കണം. ഞാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് ഓതാൻ കഴിയില്ല, നിങ്ങൾ തീരുമാനിച്ചാൽ എനിക്കും ഓതാൻ കഴിയില്ല. അത് ഏത് കാര്യവും അങ്ങനെ തന്നെയാണ്. രാത്രി 2 മണിക്കാണ് കൂട്ടുകാരൻ ഗൾഫിലേക്ക് പോകുന്നത്. അവനെ കരിപ്പൂരിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട്. 2 മണിക്കാണെങ്കിൽ 1:30 തന്നെ എഴുന്നേറ്റ് അവന്റെ വീട്ടിൽ നാം എത്തും. എന്തേ? തീരുമാനിച്ചതാണ്. അവരെ കൊണ്ടുപോയി വിടാൻ ഞാനേ ഉള്ളൂ. ഞങ്ങൾ അത്രയും വലിയ സ്നേഹിതന്മാരാണ്. അവരെ കൊണ്ടുപോയി വിടാഞ്ഞാൽ അവൻ എന്നോട് വിഷമം തോന്നും എന്നൊരു ചിന്ത എന്റെ മനസ്സിലുള്ളത് കൊണ്ട് 1:30 എഴുന്നേറ്റ് മുഖം കഴുകി അവന്റെ വീട്ടിൽ 2 മണിക്ക് മുമ്പ് തന്നെ എത്തി അവന്റെ വണ്ടിയിൽ കയറ്റി നമ്മൾ എയർപോർട്ടിൽ കൊണ്ടുപോയി വിടുന്നു. അത് ഞാൻ തീരുമാനിച്ചതുകൊണ്ട് നടന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെ ഓരോ കാര്യവും സ്വന്തം തീരുമാനിച്ചാൽ നടപ്പിലാക്കാൻ കഴിയുന്നതേയുള്ളൂ. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാർ, നാം കച്ചവട പീടികയിലാണെങ്കിൽ ഒരു മുസ്ഹഫാടെ മുകളിൽ തട്ടിൽ വേണം, ഏതെങ്കിലും ഒരു ഭാഗത്ത് വേണം. വേണ്ടല്ലോ, നമ്മുടെ ഫോണിൽ ആ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. വെറുതെ അങ്ങോട്ട് ചാറ്റുന്നതിനും അങ്ങോട്ട് വിടുന്നതിനും ഷെയർ ചെയ്യുന്നതിനും പകരം ഒരു ഖുർആൻ ഞാനൊന്ന് ഓതി തീർക്കട്ടെ എന്ന് തീരുമാനിച്ചാൽ നടപ്പിലാക്കാവുന്നതേയുള്ളൂ. അതുകൊണ്ട് ഖുർആൻ ഓതുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വസ്രിഫ് ഇല ത്വാഅതി വഖ്തക കുല്ലഹു ലാ തത്റുകൻ വഖ്തൻ സുദൻ മുതസാഹിലാ. നിന്റെ മുഴുവൻ സമയങ്ങളും ആരാധനയിലേക്ക് നീ തിരിക്കണം. വെറുതെ മടിയായി അനാവശ്യമായ സമയങ്ങളും ചെലവഴിക്കരുത് എന്നിങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു. മാത്രമല്ല മഹാന്മാർ പറയുകയാണ്, നിന്റെ അനുവദിക്കപ്പെട്ട എല്ലാ സമയങ്ങളും, ഹലാലായ മുഴുവൻ സമയങ്ങളും നിയ്യത്ത് കൊണ്ട് അത് നന്നാക്കി തീർക്കാൻ കഴിയും, നന്മയിലേക്ക് തീർക്കാൻ കഴിയും. ജോലിക്ക് പോകുമ്പോൾ മക്കളെ പോറ്റാനാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. കച്ചവടത്തിന് പോകുമ്പോൾ എനിക്ക് മക്കളെ പോറ്റണം, ദീനിന് സഹായിക്കണം, അതിനു വേണ്ടിയാ പോകുന്ന ചിന്തയോടുകൂടി ഏതൊരു ഹലാലായ ജോലിക്ക് ഇറങ്ങിയാലും അതൊരു ഇബാദത്തായി മാറുന്നു, നമ്മുടെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നു. ഖിയാമത്ത് നാളിൽ ഒരു മനുഷ്യൻ വരുന്നു, മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്, ഒരുപാട് നന്മകൾ ചെയ്ത ആളാണ്. ആ നന്മകളുമായിട്ടാണ് അവൻ പരലോകത്ത് വരുന്നത്. ഒരു പ്രഖ്യാപനം വരികയാണ്, ഇതാ ഇന്ന അബൂബക്കർ ആർക്കെങ്കിലും വല്ല ഹക്കും തരാനുണ്ടോ എന്നൊരു പ്രഖ്യാപനം അനൗൺസ് നടക്കുമ്പോൾ ഓരോരുത്തർ വരുന്നു. അവർ വന്നുകൊണ്ട് അവരുടെ അവകാശങ്ങൾ ചോദിക്കുകയാണ്. അവകാശങ്ങളൊക്കെ കൊടുക്കുന്നു.
അങ്ങനെ അവകാശങ്ങളൊക്കെ കൊടുത്ത് ഹത്താലം തബ്ഖലഹു ഹസനത്തുൻ, ഒരൊറ്റ നന്മയും അവന്റെ കയ്യിലില്ല. പലരെയും പലതും പറഞ്ഞു നോമ്പ് നോറ്റിട്ടും അല്ലാതെയും നാം അങ്ങ് ചർച്ചയിലേക്ക് വന്നാൽ ആരൊക്കെ വരും? പണ്ഡിതന്മാര് വരും, പാമരന്മാര് വരും, അയൽവാസികൾ വരും, എല്ലാവരെയും നാം അങ്ങ് കൈകാര്യം ചെയ്തു പോകാറുണ്ടല്ലോ. ആ നിലയ്ക്ക് കൈകാര്യം ചെയ്താൽ എല്ലാ നന്മകളും കൊടുക്കേണ്ടി വരും. ഫയസീറു ഹൈറാൻ, അങ്ങനെ അവൻ വല്ലാത്ത പരിഭ്രമിക്കുന്നവനാണ്, പരിഭ്രാന്തനാവും. പടച്ചോനെ, എന്റെ നന്മകളൊക്കെ പോയല്ലോ, ഞാൻ എന്ത് ചെയ്യും? ആ സമയത്ത് ഫയഖൂലുല്ലാഹു, അള്ളാഹു അവനോട് പറയും, ഇന്നലക ഇന്ദീ കൻസാ, ഓഹോ ചെറുപ്പക്കാരാ, നീ ബേജാറാവണ്ട, എന്റെ അടുക്കൽ നിധിയുണ്ട്, ആ നിധി നിനക്ക് തരാം. ലം യത്തലി അലൈഹി അഹദും മിൻ ഖൽഖി, എന്റെ സൃഷ്ടികൾ ഒരാളും അത് കണ്ടിട്ടില്ല, അങ്ങനത്തെ നിധി എന്റെ കയ്യിലുണ്ട്. ഫയഖൂലു യാ റബ്ബു മാ ഹുവ, എന്താണ് റബ്ബേ അത്? ഞാൻ ചെയ്ത അമലുകളൊക്കെ പോയി, ഇനി രക്ഷപ്പെടാൻ നീ പറഞ്ഞതേ ഉള്ളൂ, അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഫയഖൂലു നിയ്യതുകല്ലത്തി കുന്ത തൻവീ ബിഹിൽ ഖൈർ, നന്മ ചെയ്യാൻ നീ പലപ്പോഴും കരുതിയിരുന്നു, ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. വെറുതെ കരുതിയതല്ല, ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിരുന്നു, പക്ഷേ ചെയ്യാൻ പറ്റാത്ത ചില സംഭവങ്ങൾ വരാറുണ്ടല്ലോ. എന്തോ പ്രയാസങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ സാഹചര്യം അനുവദിക്കാത്തതുകൊണ്ടോ ചെയ്യാത്ത നമുക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടാവും. പടച്ചോനെ ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് നമ്മൾ മനസ്സിലിങ്ങനെ തോന്നും. ജമാഅത്തിന് പള്ളിയിലേക്ക് പോകുന്നു, ജമാഅത്ത് കഴിഞ്ഞ് പടച്ചോനെ ജമാഅത്ത് നഷ്ടപ്പെട്ട ആ ഒരു ചിന്ത, ആ ഒരു നിയ്യത്ത് നീ പല വിഷയങ്ങളിലും വെച്ചിരുന്നു. നിയ്യത്തു കല്ലത്തി കുന്ത തൻവീ ബിഹിൽ ഖൈറ, നന്മ ചെയ്യാൻ നീ കരുതിയ നിയ്യത്തുണ്ടല്ലോ, കതബ്തുഹാ ലക ഇൻദി 70 ളർഫാ, അത് 70 ഇരട്ടിയായി നിനക്ക് ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. നന്മ ചെയ്യാൻ ഉദ്ദേശിച്ച് ചെയ്യാൻ കഴിഞ്ഞില്ല, അതിന് പ്രതിഫലമുണ്ട് റബ്ബിന്റെ അടുക്കൽ. തിന്മ ചെയ്യാൻ കരുതി, ചെയ്തിട്ടില്ല, എന്നാൽ അതിന് ശിക്ഷയില്ല. ഒരു തിന്മ ചെയ്യാൻ വേണ്ടി കരുതി, ചെയ്തില്ലെങ്കിൽ ശിക്ഷയില്ല. നേരെ മറിച്ച് നന്മ ചെയ്യാൻ കരുതി, ചെയ്യണമെന്ന് വെറുതെ കരുതിയതല്ല, ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതാണ്, പക്ഷെ ചെയ്യാൻ കഴിയാതെ ചിലപ്പോഴൊക്കെ നമുക്ക് പെടാറുണ്ട്. അതൊക്കെ നമുക്ക് വലിയ ഇബാദത്തുള്ള, വലിയ പ്രതിഫലമുള്ള കാര്യങ്ങളാണെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, ഒന്നുകൂടി നമ്മൾ ചിന്തിക്കണം, യുദ്ധരണാങ്കണത്തിൽ പരസ്പരം കൊലവിളി വിളിക്കുന്നവർ, കൊല്ലപ്പെടുന്നവർ, അവർ നിയ്യത്തനുസരിച്ചാണ്. ഇദൽ തഖസ്സുൻഫാനി നസലത്തിൽ മലായികത്തു തുക്തബുൽ ഖൽഖ അലാ മറാത്തിബിഹിം ഫുലാനുൻ യുഖാതിലു ലിദ്ദുനിയാ, അവരാ രണാങ്കണത്തിൽ പോരാടും ദുന്യാവിന് വേണ്ടിയാണോ? അവരെ മനസ്സ് മലക്കുകൾക്കറിയാം. ജനങ്ങളുടെ മുമ്പിൽ അവർ നല്ല യോദ്ധാക്കന്മാരാണ്, നല്ലോണം പോരാടുന്നുണ്ട്, പക്ഷേ ദുന്യാവിന് വേണ്ടിയാണെങ്കിൽ അത് രേഖപ്പെടുത്തുന്നു, ദുന്യാവിന് വേണ്ടിയാണ്. ഫുലാൻ യുഖാതിലു ഹമിയ, ഒരാൾ ദുരഭിമാനത്തിന് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നതെങ്കിൽ അത് രേഖപ്പെടുത്തും. ഫുലാൻ യുഖാതിലു അസബിയ, പക്ഷപാതം പിടിച്ചുകൊണ്ടാണ് യുദ്ധം ചെയ്യുന്നതെങ്കിൽ അത് രേഖപ്പെടുത്തും. ഇവരെ കണ്ടിട്ടൊന്നും നിങ്ങൾ എന്ത് പറയേണ്ട, യോദ്ധാക്കളാണെന്ന് പറയണ്ട. അലാ ഫലാ തഖൂലു ഫുലാൻ ഖുതില ഫീ സബീലില്ലാഹ്, ഇപ്പറഞ്ഞ 3 ടീമും അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരാണെന്ന് നിങ്ങൾ പറയണ്ട. ഫമൻ ഖാതല ലിതകൂന കലിമത്തുല്ലാഹി അൽ ഉല്യാ, അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാം ഉയരട്ടെ, അത് ഉന്നതിയിലെത്തട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരാൾ യുദ്ധം ചെയ്താൽ ഫഹുവ ഫീ സബീലില്ലാഹ്, അവൻ അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. എന്റെ കൂട്ടുകാരെ, 1, 2, 3 ഹദീസ് വല്ലാതെ വിഷമം പിടിക്കുന്ന 1, 2 ഹദീസ് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. വിഷമം പിടിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ചിന്തിക്കുമ്പോൾ വല്ലാതെ മാനസികമായി ടെൻഷനാകും. അബീ ഹുറൈറ തങ്ങൾ തൊട്ടുതിരിക്കുന്ന ഹദീസിൽ കാണാം, മൻ തസവ്വജ ഇംറഅതൻ അലാ സ്വദാഖിൻ, മഹർ പറഞ്ഞുകൊണ്ട് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു. മഹർ നിക്കാഹിന്റെ വേദിയിൽ 1 പവൻ എന്ന് പറഞ്ഞു, അങ്ങനെയാണ് നിക്കാഹ് കഴിച്ചത്. വഹുവ ലാ യൻവി അദാഅഹു, അവന്റെ മനസ്സിൽ കൊടുക്കണമെന്ന ചിന്തയില്ല. ആളുകളുടെ മുമ്പിൽ എത്രക്കാ നിക്കാഹ് കഴിച്ച 1 പവൻ കൊടുത്തുകൊണ്ടാണ്, 1 പവനാണല്ലോ പറഞ്ഞത്, പക്ഷെ അവന്റെ മനസ്സിലുള്ളത് കൊടുക്കൂലെന്നാണ്. അത് കൊടുക്കാൻ ഞങ്ങൾ ഇങ്ങനെ ലിങ്ക് ആയാൽ പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ, കൊടുക്കണ്ടില്ലല്ലോ, ആ ചിന്തയോടുകൂടിയാണ് അവനാ നിക്കാഹിന് 1 മഹർ പറഞ്ഞതെങ്കിൽ ഫഹുവ സാനിൻ, അവൻ വ്യഭിചാരിയാണ്. അവൻ മഹർ, ഭാര്യ തൃപ്തിപ്പെട്ടാൽ മതിയല്ലോ, തൃപ്തിപ്പെട്ടാൽ അൽഹംദുലില്ലാഹ് അത് മതി, പക്ഷെ
പക്ഷേ ഈ ഒരു ചിന്ത അവന്റെ മനസ്സിലുണ്ടായാൽ അവളുമായി ബന്ധപ്പെടുന്നത് തെറ്റാണെന്നാണ് മുത്തുനബി ഓർമ്മപ്പെടുത്തുന്നത്. മാത്രമല്ല ഒരാൾ കടം വാങ്ങി അത് വീട്ടുന്നോ തീരുമാനിച്ചിട്ടില്ല, വീട്ടുന്നു തീരുമാനിക്കാതെ വീട്ടാൻ വഴി കാണാത്ത ഒരു കടവും വാങ്ങരുത്. കടമെന്ന് പറയുന്നത് വല്ലാത്തൊരു ഹാനി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. നിങ്ങൾക്കറിയാം ഒരൊറ്റ സംഭവം ഞാൻ അതിന്റെ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തട്ടെ. ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി റളിയല്ലാഹു അൻഹു തന്റെ ഗുരുനാഥന്മാരെ പറ്റി രേഖപ്പെടുത്തിയ സംഭവമുണ്ട്. അദ്ദേഹം മദീനത്തുൽ മൻസൂർ എന്ന പട്ടണത്തിൽ ജുമുഅത്ത് പള്ളിയിൽ ചെന്നപ്പോൾ, ജുമുഅ വേണ്ടി കയറിയപ്പോ, അങ്ങനെ പള്ളിയിൽ കയറിയപ്പോൾ ഒരാൾ വല്ലാതെ ദിക്ർ ചൊല്ലുന്നു, വല്ലാതെ നിസ്കരിക്കുന്നു. വലിയ ഇബാദത്ത് തന്നെയാണ്. അങ്ങനെ ഇബാദത്തൊക്കെ അങ്ങനെ ഒരുപാട് ചെയ്തു. പക്ഷേ ഫർള് നിസ്കാരങ്ങൾക്ക് സമയമായപ്പോൾ ജുമുഅ അദ്ദേഹം എഴുന്നേൽക്കുന്നില്ല. ജുമുഅക്ക് അദ്ദേഹം എഴുന്നേൽക്കാതെ അവിടെ തന്നെ ഇരിക്കുകയാണ്. അതിന്റെ മുമ്പ് വലിയ ഇബാദത്തായിരുന്നു. ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി, എന്താണ് ഇയാൾ ഇങ്ങനെ ചെയ്യാൻ കാരണം? അങ്ങനെ കുറെ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തേ നിങ്ങൾ ഇങ്ങനെ നിസ്കാരം കഴിഞ്ഞപ്പോ ചോദിച്ചപ്പോ എന്തേ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു കടം കൊടുക്കാനുള്ള ഒരാളുണ്ട്, അദ്ദേഹത്തെ കാണാതെയാണ് ഞാൻ പലപ്പോഴും പള്ളിയിലേക്ക് വരാറുള്ളത്. ഇന്ന് ജുമുഅക്കും വന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഞാൻ അങ്ങനെ സ്വഫലിരുന്ന് ദിക്ർ ഓതിക്കൊണ്ടിരിക്കുമ്പോ പിന്നോട്ടൊന്ന് തിരിഞ്ഞു. എന്റെ നേരെ പിന്നിലെ സ്വഫിൽ അദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്ക് മൂത്രം പോയി. അദ്ദേഹം കണ്ടാൽ ഞാൻ എന്താണ് മറുപടി പറയുക? ഇത്രയും ദിവസം കടം ചോദിച്ചത് വാങ്ങിയത് കൊടുക്കാൻ കഴിയാതെ മറിഞ്ഞും ഒളിഞ്ഞും നടന്നതാണ്. ഇപ്പൊ അയാളെ മുമ്പിൽപ്പെട്ടല്ലോ. ഞാൻ എനിക്കായിരിക്കുന്ന സ്ഥലത്ത് വെച്ച് മൂത്രം പോയി, അതുകൊണ്ടാണ് നിസ്കരിക്കാൻ എഴുന്നേൽക്കാതിരുന്നത് എന്ന സംഭവം പറഞ്ഞപ്പോൾ ആ തൊട്ടടുത്തുള്ള മനുഷ്യൻ ഈ മനുഷ്യനെ കണ്ടു വിഷയം പറഞ്ഞു. ദഅലജ് ഇബ്നു അഹ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കടം കൊടുക്കാനുള്ള ആള് ദഅലജ് ഇബ്നു അഹ്മദ് അദ്ദേഹത്തോട് വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കൂട്ടം വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ. ബാത്റൂമിൽ കൊണ്ടുപോയി ജുമുഅ നിസ്കാരം കഴിഞ്ഞ ശേഷം ബാത്റൂമിൽ കൊണ്ടുപോയി വൃത്തിയാക്കാൻ വേണ്ടി പറഞ്ഞു. ഒരു പുതിയ വസ്ത്രം വാങ്ങിക്കൊടുത്തു. എന്നിട്ട് അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ ഭക്ഷണമൊക്കെ നല്ലതുപോലെ കൊടുത്തു. അപ്പോൾ വലിയ സന്തോഷമാണ്. ഭക്ഷണമൊക്കെ കിട്ടിയപ്പോൾ ആ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കെ ആ ബുക്ക് കൊണ്ടുവരുന്നു. ഏത് ബുക്ക്? എഴുതി വെച്ച ബുക്ക്. കടം കൊടുത്താൽ എഴുതി വെക്കൽ സുന്നത്താണ്. മറ്റുപോലെ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല. കടം നമ്മൾ എഴുതി വെക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി പിരിയണം. അതൊരു സുന്നത്തായ കാര്യമാണ്. എന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണോ നീ എഴുതുന്നതെന്ന് ചോദിക്കണ്ട. അങ്ങനെ എഴുതി വെച്ച കിതാബുമായി വന്നു. ഇതാ നീ 5000 ദീനാർ എനിക്ക് തരാനുണ്ട്, ഇത് ശരിയല്ലയോ? അദ്ദേഹത്തിന് ബേജാറായി. ഇപ്പൊ എന്താ അയാൾ പറയാ, എന്താ അയാൾ ചെയ്യാ? അതെ, 5000 തന്നെ, ഏറെയില്ല, കുറവുണ്ടോ? കുറവില്ല, 5000 തരാനുണ്ടെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹം പറയുന്നു, ഈ 5000 എനിക്ക് കിട്ടി ബോധിച്ചു എന്ന് ഞാൻ ഇതാ എഴുതി ഒപ്പിട്ടു. എന്നിട്ട് അദ്ദേഹത്തിന് 5000 ദീനാർ വേറെയും കൊടുത്തുകൊണ്ട് വിട്ടൊരു സംഭവം മഹാന്മാർ കിതാബിൽ രേഖപ്പെടുത്തുകയാണ്. കടമെന്ന് പറയുന്നത് വല്ലാത്തൊരു സംഗതിയാണ്. പകലിൽ വല്ലാത്ത മാനഹാനിയാണ്. രാത്രി ഉറങ്ങാൻ കഴിയോ? അയാൾക്കത് കൊടുക്കണല്ലോ. നേരെ വെളുത്താൽ വിളിക്കും, ഫോൺ എടുക്കൂല. എത്ര വിളിച്ചാലും മുമ്പൊക്കെ തെരഞ്ഞു വരലാണ്, ഇപ്പൊ വിളിക്കാറാണ്. വിളിച്ചാൽ ഫോൺ എടുക്കൂല. ഇത് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റൂല. കൊടുക്കാൻ കഴിയുമെങ്കിലേ വാങ്ങാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വാങ്ങാൻ പറ്റൂല. എന്താണ് അതിന്റെ മസാല? അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഏതായിരുന്നാലും ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നു, കടം വീട്ടുമെന്ന് ചിന്തിക്കാതെ, അങ്ങനെ കരുതാതെ ഒരാൾ കടം വാങ്ങിയാൽ അവൻ മോഷ്ടാവാണ്. അവൻ മോഷ്ടിച്ചുകൊണ്ടാണ് ആ പണം ഉപയോഗിച്ചത്. അത്രയും ഗൗരവമാണ് നിയ്യത്ത്. നേരത്തെ പറഞ്ഞല്ലോ, ആ നിയ്യത്ത് കൊണ്ട് അയാൾ രക്ഷപ്പെട്ടുവെങ്കിൽ നിയ്യത്ത് കൊണ്ട് നമുക്ക് നഷ്ടപ്പെടാനും വളരെയേറെ ഉണ്ട്. കടം വാങ്ങുമ്പോൾ അതിന്റെ സമയത്ത് കൊടുക്കുമെന്ന് തീരുമാനിക്കണം. നിക്കാഹിന്റെ മഹർ പറയുമ്പോൾ അതിന്റെ സമയത്ത് കൊടുക്കുമെന്ന് തീരുമാനിക്കണം. എന്നിട്ട് അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുന്നു, മൻ തതയ്യബ ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി ഒരാൾ സുഗന്ധം പൂശിയാൽ ഖിയാമത്ത് നാളിൽ അവൻ വരും. അവന്റെ ആ റീഹുണ്ടല്ലോ, വാസന കസ്തൂരിയേക്കാൾ വല്ലാത്ത സുഗന്ധമാണ്.
അള്ളാനെ ഉദ്ദേശിച്ചുകൊണ്ടല്ല അത്തറ് പൂശിയത്. അത്താഴ സമയത്ത് അത്തറ് പൂശൽ സുന്നത്താണ്, റസൂലുള്ളാഹിന്റെ സുന്നത്താണല്ലോ, അതുകൊണ്ട് പൂശട്ടെ എന്ന് മനസ്സിൽ കരുതി പൂശുക. അത്താഴം കഴിക്കുമ്പോൾ റസൂലുള്ള ബർക്കത്തുണ്ട് എന്ന് പറഞ്ഞ അത്താഴമാണല്ലോ, ആ ബർക്കത്തൊക്കെ എനിക്ക് കിട്ടണമെന്ന് ചിന്തിച്ചുകൊണ്ട് അത്താഴം കഴിക്കുക. റസൂലുള്ള പറഞ്ഞതുപോലെ കുറഞ്ഞ അത്താഴം കഴിക്കുക. ഈ നിലക്കൊരു ചിട്ട നമുക്കുണ്ടായാൽ നമുക്ക് വലിയ നേട്ടമാണ്, രക്ഷയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ പ്രീതിയല്ല ഉദ്ദേശിച്ച ആളുകൾക്ക് നല്ല വാസനയുണ്ടെന്ന് തോന്നണം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് അവൻ അത്തറ് പൂശിയതെങ്കിൽ ശവത്തേക്കാൾ ദുർഗന്ധമുള്ളതാണ് ആ അത്തറിന്റെ വാസന. അതുകൊണ്ട് നാം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം, മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം നല്ലതാണെങ്കിൽ അതിന് പ്രതിഫലമുണ്ട്, ചീത്തയാണെങ്കിൽ അതിന് ശിക്ഷയുമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ വിഷയത്തിൽ റസൂലുള്ളാഹി തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, ഹലാലുഹാ ഹിസാബ്, ഹലാലിനെ സംബന്ധിച്ചാണ് വിചാരണയുള്ളത്. ഹലാലിനെ സംബന്ധിച്ച വിചാരണയുള്ളത്. ഭക്ഷണം ഇഷ്ടം പോലെയുണ്ട്, മീനുണ്ട്, പൊരിച്ചത്, കോഴിയുണ്ട്, ബീഫുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം ഞാൻ തിന്നാൻ ഞാൻ അവൻ എന്നോട് ദേഷ്യമാവും. ഒരാൾ വിളിച്ചതാണ് സൽക്കാരത്തിന്, ഓൻ എന്നോട് വെറുപ്പാവും ചെയ്ത് ഒക്കെ പാടെ ഭാര്യക്കയറ്റണ്ട. മീൻ പറ്റാത്തവനായിരിക്കും ഒരു പക്ഷെ, പറ്റാത്ത ആൾക്കാരും ബീഫ് ഉണ്ടാക്കിയത്, ബീഫും മീനും പറ്റാത്തവർക്കായിരിക്കും ഒരു പക്ഷെ മറ്റു ഭക്ഷണം ഉണ്ടാക്കിയത്. ഒക്കെപ്പാട് ഞാൻ തിന്നട്ടെ എന്ന് വിചാരിച്ച് കയറ്റേണ്ടതില്ല. അതിനെ സംബന്ധിച്ച് ചോദ്യമുണ്ട്, എന്തേ നീ അങ്ങനെ തിന്നാൻ കാരണം? എങ്ങനെ മഹാന്മാര് തിന്ന് കാണിച്ചു തന്നത്? മൂന്നിലൊരു ഭാഗം ഭക്ഷണം, ഒരു ഭാഗം വെള്ളം, ഒരു ഭാഗം ഖാലിയാക്കി ഇട്ടിട്ടാണല്ലോ അവർക്ക് നമുക്ക് ജീവിതം കാണിച്ചു തന്നത്. ആ നിലക്ക് ചിട്ടയിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട്. ഹലാലുഹാ ഹിസാബ്, ഹലാലിനെ സംബന്ധിച്ച് വിചാരണയുണ്ട്. വഹറാമുഹാ ഇഖാബ്, ഹറാം ചെയ്താൽ അതിന് ശിക്ഷയാണ്, അവിടെ പിന്നെ ചോദിക്കേണ്ടതില്ല, അതിന് നല്ല ശിക്ഷയുണ്ട്. ഹലാലിനെ സംബന്ധിച്ചാണ് പരലോകത്ത് വിചാരണയുള്ളത്. ഇന്നൽ അബ്ദ ലയുസ്അലു യൗമൽ ഖിയാമത്തി അൻ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും പരലോകത്ത് ചോദ്യമുണ്ട്. ഹത്താൻ കുഹ്ലി ഐനൈഹി, അവന്റെ കണ്ണിൽ സുർമയിട്ടതിനെ സംബന്ധിച്ച് ചോദ്യമുണ്ട്. അത് റസൂലുള്ളാഹിന്റെ സുന്നത്താണ്. ആ നിലക്ക് ചിന്തിച്ചാണ് ഇട്ടതെങ്കിൽ അതൊരു പ്രതിഫലമുള്ളതാണ്. ചിന്ത മാറിപ്പോയോ? ചിന്ത മാറിയാൽ അതിന്റെ പേരിൽ നമുക്ക് ചോദ്യമുണ്ടാകും. വൻ ഖത്താത്തു ഖീനത്തി ബിസ്ബഇഹി, നമുക്ക് ചിലപ്പോൾ ഭൂമിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കോലിന്റെ കഷ്ണം കിട്ടിയാൽ, ഒരു ബടിന്റെ കഷ്ണം കിട്ടിയാൽ വെറുതെ കുത്തും. എന്തിനെ നീ കുത്തിയത് എന്നൊരു ചോദ്യമുണ്ട്. മാത്രവുമല്ല, വൻ ലംസിഹി സൗബാഹി, എന്റെ ഒക്കെ ചെറുപ്പത്തിൽ ഒരു പുതിയ തുണിങ്കുപ്പായിട്ട് മദ്രസയിലേക്ക് വന്നാൽ, സ്കൂളിലേക്ക് വന്നാൽ ഒരു കുത്തുണ്ട്. ആ കുത്തു കുത്തിയിട്ട് അല്ലാത്ത കുത്താൾ എന്നിട്ട് ഒരു ഇറച്ചി കൂട്ടിയിട്ട് ഒരു തിരുമ്പലുണ്ട്. ചെറുപ്പത്തിലുണ്ടോ? ഇല്ലല്ലേ? നമ്മളൊക്കെ ആ ചെറുപ്പത്തില് ഇത് വേദനാണെന്ന് വിചാരിച്ചിട്ടാണ് നല്ല നല്ല ശീലമാണോ എന്ന് പറഞ്ഞു. ഇതിനെ സംബന്ധിച്ച് ചോദ്യമുണ്ട്. വാൻ ലംസിഹി സൗബാഹിഹി, തന്റെ സഹോദരന്റെ വസ്ത്രങ്ങൾ തൊട്ടുകയാണെങ്കിൽ നോക്കി അതിനെ സംബന്ധിച്ച് ചോദ്യമുണ്ട്. എല്ലാറ്റിനും സംബന്ധിച്ച് ചോദ്യമുണ്ട്. അള്ളാഹു നമ്മെ ആ ചോദ്യത്തിന് മറുപടി പറയാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ചോദ്യം ചെയ്യുന്നതിനകത്ത് രക്ഷപ്പെട്ട് കിട്ടുക എന്നുള്ള അതാ നമുക്ക് വേണ്ടത്. അള്ളാഹിന്റെ ചോദ്യമാണല്ലോ, ആ ചോദ്യം സഹിക്കാൻ കഴിയില്ല. അങ്ങനെ ചോദ്യം ഇല്ലാത്ത നിലക്ക് ജീവിക്കാൻ കഴിയണം. അങ്ങനെയൊക്കെ ആലോചിച്ചാൽ വലിയ ബേജാറ് നമ്മളെ കാര്യം. അള്ളാഹു നമുക്ക് വലിയ റാഹത്തും സന്തോഷവും നൽകുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു മുഅ്മിനായ മനുഷ്യൻ നിയ്യത്ത് ഖൈറും മിൻ അമലിഹി, അവൻ അമൽ ചെയ്യുന്നതിനേക്കാൾ ഖൈറാണ്. ഒരു അമൽ ചെയ്താൽ അതിന് ലോകമാന്യം മറ്റൊക്കെ വരാൻ സാധ്യത ഉണ്ട്. അതിനേക്കാളും നല്ലതാണ് ചെയ്യാൻ വേണ്ടി കരുതുക. എങ്ങനെ ചെയ്യണം? ആത്മാർത്ഥമായി കരുതണം. ആത്മാർത്ഥമായി ഞാൻ ചെയ്തിരിക്കും, പക്ഷെ എന്തോ ബൈ ചാൻസ് ചെയ്യാൻ പറ്റാതെ വന്ന് അങ്ങനെ ഏർപ്പെട്ടാവാറുണ്ട്. ആ നിലക്കൽ ഒരു വലിയ പ്രതിഫലമുണ്ട്. അൽ ആമിലു വൽ ആമിദു സിയാനി ഫിൽ അജ്രി വൽ വിസ്ർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയ ഒരു ഹദീസിൽ കാണാം, ചെയ്യുന്നവനും ചെയ്യാൻ വേണ്ടി കരുതിയവനും പ്രതിഫലത്തിലും കുറ്റത്തിലും സമമാണ്. അതുകൊണ്ട് ഞാൻ ഇതുവരെ പറഞ്ഞത്, നമ്മുടെ ജീവിതം എത്രയുണ്ട് എന്നറിയില്ല. ഇത്രയും കിട്ടി. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു 60 വയസ്സായിപ്പോ, 37 കൊല്ലായി ഇവിടുന്ന് പോയിട്ട്. ഈ സമയം അധികം ഉള്ളത് ചെറുമുക്കിലാണ്. പക്ഷെ ഇതുവരെ അങ്ങോട്ട് വന്നിട്ടില്ല. വരലുണ്ട്, ചിലപ്പോ ഒക്കെ വരലുണ്ട്. പിന്നെ ഞാനിങ്ങനെ ആലോചിക്കാണ്, നമ്മളെ ഇബ്രാഹിം ഉസ്താദ് ഒരു കുഴപ്പമില്ല, അന്നത്തെ അതേ സൗണ്ടിൽ ഇന്നിപ്പോ നിസ്കരിച്ച് അള്ളാഹു നല്ല ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ. അന്ന് ഇമാം തന്നെയാണ്, ബാങ്കും കൊടുക്കും, പിന്നെ ഇമാമത്ത് നിൽക്കും, ഒരു കുഴപ്പമില്ല അല്ലെ. ശരീരം വളരെ ക്ഷീണിച്ച ശരീരം തോന്നുന്നു, ഒരു കുഴപ്പമില്ല എന്നപ്പോ എനിക്ക് മനസ്സിലായത്. അള്ളാഹു നല്ല ആഫിയത്ത് കൊടുക്കട്ടെ. അപ്പോ അന്നുള്ള ഒരുപാട് ആളുകൾ പോയി. നമുക്ക് അവർക്കൊരു ഫാത്തിഹ ഓതി, ഫാത്തിഹ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഇലാ ഹദറത്തിൻ നബി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس ഒരു സഹോദരൻ 10,000 രൂപ നമ്മുടെ പള്ളിക്ക് വേണ്ടി സംഭാവന നൽകിയിട്ടുണ്ട്. അള്ളാഹു അത് കബൂലാക്കുമാറാവട്ടെ. മരണപ്പെട്ടു ആ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ, ഉമ്മയും ബാപ്പയും ആരൊക്കെ മരിച്ചുപോയ അവർക്കൊക്കെ അതിന്റെ സന്തോഷം അള്ളാഹു നൽകുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ജോലിയിലും കുടുംബത്തിലും മക്കളിലും ഭാര്യമാരിലും ഒക്കെ വലിയ സന്തോഷം അള്ളാഹു നൽകുമാറാവട്ടെ. ഇസ്സത്തോടുകൂടി ജീവിക്കാൻ അവർക്കും നമുക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വലിയാട്ട് അനിയഫാന്റെ ഉമ്മാന്റെ മുപ്പാന്റെ ഉമ്മാന്റെയും പേരിൽ ദുആ ചെയ്യാൻ വേണ്ടി 500 രൂപ അള്ളാഹു തആല കബൂലാക്കുമാറാവട്ടെ. ആ ഖബറിൽ കിടക്കുന്ന അവർക്കൊക്കെ അതിന്റെ സന്തോഷം അള്ളാഹു നൽകുമാറാവട്ടെ. എൻ്റെ മക്കൾ എന്നെ മറന്നിട്ടില്ലല്ലോ എന്ന് ബോധ്യമാവുന്ന നിലക്ക് നമ്മൾ ചെയ്യുന്ന ഈ സ്വതക്കകളൊക്കെ ദ്വാർക്കുമ്പോൾ നമ്മുടെ ഖബർ ഇങ്ങനെ മനസ്സിൽ കാണുക. നമ്മുടെ ബാപ്പൻ്റെ ഖബർ ഉമ്മൻ്റെ ഖബറൊക്കെ നമുക്കിപ്പോൾ എല്ലാ ആഴ്ചയും പോകണമല്ലോ. അത് മനസ്സിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ ആമീൻ പറയുമ്പോൾ അതൊന്നുകൂടി ഒന്ന് എഫക്റ്റ് ചെയ്യും. നമ്മൾ ഒന്ന് ഒരു ആത്മാർത്ഥത കൂടും. അള്ളാഹു അതൊക്കെ അവരുടെ ഖബറിലേക്ക് വളരെ സന്തോഷമായി എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ اللهم صل وسلم على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. റഹ്മാനായ പടച്ചോനെ, ഞങ്ങൾ ഇതുവരെ പറഞ്ഞതും കേട്ടതും ഇരുന്നതും ഒക്കെ നീ സ്വാലിഹായ അമലായി കബൂലാക്കണേ റഹ്മാനെ. പടച്ചോനെ, ഞങ്ങൾ ഇത്രയും കാലം ഇവിടെ ജീവിച്ചു, ഇനി എത്ര ജീവിച്ചത്രയും ജീവിക്കും ഞങ്ങൾ പ്രതീക്ഷയില്ല. എന്നാലും റബ്ബെ, ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വാഴത്തിലായി ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. നിന്നെ ഓർമ്മിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം അല്ലാഹ്. പടച്ച റബ്ബെ, ഞങ്ങൾ ചെയ്ത എല്ലാ അമലുകളും നീ കബൂലാക്കണേ റഹ്മാനെ. വന്നുപോയ എല്ലാ പോരായ്മകളും തെറ്റുകളും കുറ്റങ്ങളും സല്ലാത്തുകളും ഒക്കെ ഞങ്ങൾക്ക് നീ പൊറുക്കണേ റഹ്മാനെ. ഞങ്ങളാക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഉമ്മ ഖബറിലാണ്, ബാപ്പ ഖബറിലാണ്, ബന്ധപ്പെട്ട പലരും ഉസ്താദുമാരടക്കം പലരും ഖബറിലുണ്ട്. അവർക്കെല്ലാവർക്കും നീ വലിയ സന്തോഷം നൽകണം റഹ്മാനെ. ഞങ്ങളെ ഒരു 10, 30, 40 കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ ഉമ്മയും ബാപ്പയും ഇപ്പം ഇങ്ങോട്ട് നീച്ചു വരികയാണെങ്കിൽ ബോധരഹിതരായി വീണുപോകും. ആ നിലക്കുള്ള സ്വർഗത്തിലാണ് ഞങ്ങൾ. എല്ലാ സൗകര്യവും ഞങ്ങൾക്കുണ്ട്. ഒരു സൗകര്യങ്ങളുമില്ലാതെ ജീവിച്ചു പോയ ഞങ്ങളെ മാതാപിതാക്കൾ ഖബറിൽ വലിയ സൗകര്യങ്ങൾ നൽകണം അല്ലാഹ്. വലിയ സന്തോഷം നൽകണം റഹ്മാനെ. പടച്ചോനെ, അവരെ ഖബർ വിശാലമാക്കി കൊടുക്കണം അല്ലാഹ്. ഈ ഖബർസ്ഥാനിൽ കിടക്കുന്ന ആരൊക്കെയുണ്ടോ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണം അല്ലാഹ്. പരിസര ഖബർസ്ഥാനിലും ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അവർക്കെല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. പടച്ചോനെ, ഓട്ടിപ്പടിക്കുന്ന കാലത്ത് ഭക്ഷണം തന്നവർ, വെള്ളം തന്നവർ, വസ്ത്രം തന്നവർ, എല്ലാ സൗകര്യങ്ങളും ചെയ്ത് സഹായിച്ചവർ, അവർക്കൊക്കെ നീ വലിയ പ്രതിഫലം നൽകണം അല്ലാഹ്. അവരോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒത്തുകൂടാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. പടച്ചോനെ, പെട്ടെന്നുള്ള മരണം ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ്. നീണ്ടകാലം രോഗത്തിൽ കിടത്തി നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാനെ. ഒന്നും മരിച്ചു കിട്ടിയാൽ തിരക്കേടില്ല എന്ന് കുടുംബം ചിന്തിക്കുന്ന അവസ്ഥയിൽ ഞങ്ങളെ നീ കിടത്തി വിഷമിപ്പിക്കല്ല അല്ലാഹ്. പടച്ചോനെ, ആ നിലക്കുള്ള അവസ്ഥ ഞങ്ങൾക്ക് നൽകല്ല റഹ്മാനെ. ഞങ്ങളെ മക്കളെ നീ നന്നാക്കണം അല്ലാഹ്. പെൺമക്കളെയും ആൺമക്കളെയും നന്നാക്കണം റഹ്മാനെ. മക്കളെ കൊണ്ട് ഞങ്ങൾക്ക് അഭിമാനം നൽകണം അല്ലാഹ്. അപമാനം നൽകല്ല റഹ്മാനെ. പടച്ചോനെ, കുടുംബസമേതം നാളെ സ്വർഗത്തിൽ ഒത്തുകൂടാൻ നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ഈ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിർത്തി തരണം റഹ്മാനെ. പടച്ചോനെ, ഉസ്താദിന്റെ ദറജ നീ വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവർക്ക് നീ വലിയ സന്തോഷം നൽകണം റഹ്മാനെ.
അവിടുന്ന് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. റബ്ബെ, അതിന്റെ പ്രതിഫലം ആസ്വദിക്കാൻ ഉസ്താദിന് നീ തൗഫീഖ് നൽകണം അല്ലാ. അവരോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒത്തുകൂടാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم لا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് ഓർമ്മയുള്ളവർക്കും ദുഃഖങ്ങളെയും ഉൾപ്പെടുത്തും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.